ഒളിമറയില്ലാതെ നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്ന വീടാണ്. അവിടെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും കേൾക്കാൻ ആളുണ്ടെങ്കിലോ ഒരൊറ്റ തെറ്റായ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീണാൽ അവിടെ തീർന്നു നമ്മുടെ ജീവിതം. ഈവൻ നമ്മുടെ ഹാർട്ട് ബീറ്റ് പോലും നമ്മളെ ചതിക്കുന്ന ഒരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് ഇന്നത്തെ സിനിമയുടെ പശ്ചാത്തലം മാത്രമല്ല, ഇതൊരു റിയാലിറ്റി ആയിരുന്നു പണ്ട്. പണ്ട് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ബെർലിൻ വാൾ ജർമ്മനിയെ രണ്ടായിട്ട് മാത്രമല്ല പിളർന്നത്, അവിടുത്തെ ജനതയുടെ ദ വെരി എക്സിസ്റ്റൻസിനെ കൂടിയായിരുന്നു. സ്റ്റാസി എന്ന ജർമ്മൻ സീക്രട്ട് പോലീസിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ധാരണയാണുള്ളത്? 40 കൊല്ലത്തോളം സ്വന്തം ജനങ്ങളെ തന്നെ ചൂഷണം ചെയ്ത് ഭരിച്ച ഒരു ഭരണം. വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള ജർമ്മന്റെ അവസ്ഥയും ആ ഒരു വിഭജനവും അവിടെ നടക്കുന്ന ആ ഒരു പൊളിറ്റിക്സും സ്റ്റാസി എന്ന ഈ ഒരു സീക്രട്ട് പോലീസ് എത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു എന്ന് പറയുന്ന കാര്യമെല്ലാം തന്നെ അതിലുള്ള ഒരു സ്റ്റാസി ഏജന്റിന്റെ കണ്ണുകളിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതാണ് ഈ ഒരു സിനിമ. ഓരോ ഫ്രണ്ട്ഷിപ്പും ഓരോ കോൺവെർസേഷൻസും ഓരോ ഫോൺ കോളും അവർ അളന്നും തൂക്കിയും വേണം സംസാരിക്കാൻ. ആരെപ്പോൾ കേൾക്കുമെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. അവിടെ നിങ്ങൾ സർവൈവ് ചെയ്യണമെങ്കിൽ ഏക മാർഗം എന്ന് പറയുന്നത് സൈലൻസ് ആണ്, ഇത് 2006 പുറത്തിറങ്ങിയ ദി ലൈവ്സ് ഓഫ് അതേഴ്സ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ സിനിമയാണ്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പ് ഉണ്ടായിരുന്നിട്ടും അവർ ആ ഒരു കഥ പറയാൻ എടുത്തിരിക്കുന്ന ഒരു വിധം വളരെയധികം ഡിഫറെന്റ് ആണ്. ഈ ചിത്രത്തിന്റെ നറേറ്റീവ് പെർസ്പെക്റ്റീവും പോയിന്റ് ഓഫ് വ്യൂസും ഇതെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടമായി. കഥാപാത്രങ്ങൾ പലർക്കും അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വലിയ ഐഡിയ ഇല്ല, പക്ഷേ നമ്മൾ ഓഡിയൻസിന് അത് മുൻകൂട്ടി അറിയാം. അതിൽ ബിൽഡ് ആവുന്ന ആ ഒരു ടെൻഷൻ അവർക്ക് അവസാനം വരെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ബിൽഡ് ചെയ്ത ഒരു ബിൽഡപ്പിനൊക്കെ ഒരു അവസാനം ഒരു പേ ഓഫ് ഉണ്ട് മോനെ, കിടിലം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല. ദിസ് ഇസ് സിനിമ Still, we're going to talk about the lives of others. പടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇത് നടക്കുന്ന കാലഘട്ടത്തിനെ പറ്റി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാം ലോക മഹായുദ്ധം കഴിയുന്ന സമയത്ത് ജർമ്മനി രണ്ടായിട്ട് പിളരുന്നുണ്ട്. ഒന്ന് ഈസ്റ്റ് ജർമ്മനിയും ഒന്ന് വെസ്റ്റ് ജർമ്മനിയും. അതിലും ഈസ്റ്റ് ജർമ്മനി ഈ പറയുന്ന സോവിയറ്റ് യൂണിയന്റെ കീഴിലായിരുന്നു, അതായത് റഷ്യയുടെ അണ്ടറിൽ. അവരുടെ ഉദ്ദേശം വ്യക്തമായിരുന്നു, ഒരു ടോട്ടാലിറ്റേറിയൻ റെജീം, അതായത് അവരുടെ ഒരു സമഗ്രാധിപത്യം, അതാണ് അവർക്ക് വേണ്ടത്. തുടർന്ന് അവരുടെ പുണ്യ ഐഡിയോളജി ആയിട്ടുള്ള സോഷ്യലിസം ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി ഓരോ ജനങ്ങളിലേക്കും. അതിപ്പോൾ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും അടിചേൽപ്പിക്കാൻ നോക്കുന്ന സമയത്ത് അത് എപ്പോഴും മുഴച്ച് തന്നെ നിൽക്കത്തുള്ളൂ. അത് തന്നെ അവിടെ സംഭവിച്ചു. ആളുകൾ റിട്ടാലിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഒരു എതിർപ്പ് പല രീതിയിൽ ആൾക്കാർ കാണിക്കാൻ തുടങ്ങി. പ്രതിഷേധങ്ങളായിട്ടും കലയിലൂടെയും അതേപോലെ തന്നെ നാട് വിട്ടിട്ടും ഇങ്ങനെ ഒരുപാട് രീതിയിൽ. ഇതിനെ തടയാൻ വേണ്ടിയാണ് അവരൊരു പ്രത്യേക പട തന്നെ രൂപീകരിക്കുന്നു. അതായിരുന്നു സ്റ്റാസി. ഇത് അവിടുത്തെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു സീക്രട്ട് പോലീസ് പരിപാടിയായിരുന്നു. എന്തിനു വേണ്ടി? അവരുടെ സ്വന്തം ജനങ്ങളെ തന്നെ സ്പൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇന്റലിജൻസ് ഏജൻസി. അതാണ് ഈ ഒരു സ്റ്റാസി. ഏതാണ്ട് 1,00,000-ലധികം സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ നിരീക്ഷണത്തിലോ ഏതാണ്ട് 60 ലക്ഷം ജനങ്ങളും. അവിടെയും തീർന്നില്ല. ഈ റെഗുലർ എംപ്ലോയീസിന് പുറമെ ഏതാണ്ട് 5 ലക്ഷം തൊട്ട് 20 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു. അതായത് തന്റെ ഫാമിലിയിലുള്ളവരോ ഫ്രണ്ട്സോ അറിയുന്നവരോ തന്റെ മുമ്പിലുള്ളവരോ അയൽക്കാരോ ആരെങ്കിലും ഗവൺമെന്റിനെതിരെ വല്ലതും ചെയ്യുന്നതായിട്ട് തനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഗവൺമെന്റിൽ പറയുവാണെങ്കിൽ അവരതിനൊരു റിവാർഡ് കൊടുത്ത് അതിനെ ഒരു ഇൻഫോമറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഏതാണ്ട് 20 ലക്ഷം ആൾക്കാരെന്ന്. പ്രൈവസി ഇസ് ദ ബിഗ്ഗസ്റ്റ് ജോക്ക് എന്ന് നമ്മൾ ഇപ്പോഴത്തെ ഡിജിറ്റൽ എറയിൽ പറയുന്നെങ്കിലും അന്ന് അത് ശരിക്കും ലിറ്ററൽ ആയിരുന്നു. ഫ്രീഡം ഓഫ് സ്പീച്ച് ഒക്കെ നോൺ എക്സിസ്റ്റന്റ് ആണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ സെറ്റിങ്ങും സിറ്റുവേഷനും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. പടം തുടങ്ങുന്നത് തന്നെ ഒരു ഓഫീസർ ഒരു അക്യൂസിനെ പിടിച്ചുകൊണ്ടുപോയി ഇൻട്രോഗേഷൻ റൂമിലോട്ട് കൊണ്ടുവന്നത് കാണിച്ചുകൊണ്ടാണ്. ആ റൂമിലാണ് നമ്മുടെ നായകനായിട്ടുള്ള ക്യാപ്റ്റൻ വീസ്ലർ ഇരിക്കുന്നത്. എതിരെ ഇരിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തനിക്ക് വേണ്ടത് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കിഡിലൻ ഇൻട്രോഗേറ്റർ ആണ് നമ്മുടെ നായകൻ. അദ്ദേഹത്തിന്റെ ഇൻട്രോഗേഷൻ സ്റ്റൈൽ തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇരുന്ന ഉടനെ അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കൈകൾ രണ്ടും നിന്റെ തുടക്കടിയിലോട്ട് വെക്ക് എന്നാണ്. ആ ചെയറിന്റെ ടോപ്പ് ഭാഗം ഒരു ക്ലോത്തിലാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു ക്ലോത്തിൽ കൈ പതിക്കുന്ന രീതിയിൽ കൈ വെക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രോഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. എന്തിനാ ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയോ? അതായത് ഇവന്റെ കൂട്ടുകാരനും ഇവന്റെ നൈബറും ആയിട്ടുള്ള ഒരുത്തൻ ഇപ്പൊ വെസ്റ്റ് ജർമ്മനിയിൽ എത്തിയേക്കുക. അങ്ങനെ അവൻ അവിടെ എത്തിയതിൽ അവനെ സഹായിച്ചത് ഇവനാണെന്നാണ് ഗവൺമെന്റ് വിചാരിക്കുന്നത്. സോ അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് ഇൻട്രോഗേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ പറയണ മോനെ, സെപ്റ്റംബർ 28 എന്താ ശരിക്കും സംഭവിച്ചത്? സാർ അതെല്ലാം എന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ? കുഴപ്പമില്ല, ഞാനത് കണ്ടു, നീ എന്തായാലും ഒന്നുകൂടെ ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അവനോട് വീണ്ടും അത് ആവർത്തിക്കാൻ വേണ്ടി പറയാണ്. സാർ, ഞാൻ എൻ്റെ പിള്ളേരെ കൂട്ടിയിട്ട് അന്ന് പാർക്കിൽ പോയായിരുന്നു. ആ പാർക്കിൽ വെച്ചിട്ടാണ് എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ ഞാൻ കണ്ടത്. അപ്പോൾ അവനും കുറേ നാൾക്ക് ശേഷം കണ്ട സന്തോഷത്തിൽ അവനെ വീട്ടിലോട്ട് ക്ഷണിച്ചു. അപ്പോൾ ഞാനും അവൻ്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു, മ്യൂസിക് കേട്ടു. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. സംശയം ഉണ്ടെങ്കിൽ സാർ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചാൽ മതി, അവനും അത് സത്യം പറഞ്ഞോളൂ. ഓ അത് ശരി, അവനും സമ്മതിച്ചു തരുമോ എന്നും പറഞ്ഞ് ക്യാപ്റ്റൻ വീസ്ലർ. ഇവന്റെ ഈ ഒരു കഥയിൽ ഒരു തരി പോലും ക്യാപ്റ്റൻ വീസ്ലർ കൺവിൻസ് ആയിട്ടില്ല. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോയിൽ നമ്മൾ കാണുന്നത് ഇതേ ക്യാപ്റ്റൻ ഈ കേസിനെ തന്നെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് പിള്ളേരുടെ മുമ്പിൽ ക്ലാസ് എടുക്കുന്ന രീതിയിലാണ്. അതായത് സ്റ്റാസിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറെ പിള്ളേർക്ക് ഈ കേസ് വെച്ചിട്ടാണ് നമ്മുടെ നായകൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. തുടർന്ന് പിള്ളേർക്ക് അവർ ഇൻട്രോഗേഷന്റെ ഒരു ടേപ്പും കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചിട്ട്. അതിൽ ഭൂരിഭാഗം പേരും അവൻ കൊടുത്ത ഒരു മൊഴിയിൽ കൺവിൻസ് ആവുന്നു. നായകൻ കൺവിൻസ് ആവുന്നില്ല. ഇൻട്രോഗേഷൻ സ്റ്റാർട്ടായി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അവനെ പുറത്ത്
പുറത്തു വിടുന്നില്ല, അവനെ ഉറങ്ങാൻ വിടുന്നില്ല, വീണ്ടും വീണ്ടും അന്ന് എന്താ നടന്നതെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇതെല്ലാം ഓഡിയോയിൽ കേൾക്കുന്ന സ്റ്റുഡൻസിൽ ഒരുത്തിന് എഴുന്നേറ്റ് നിന്നിട്ട്, സർ ഇങ്ങനെ ഒരാൾ ഉറങ്ങാൻ വിടാതെ ഇങ്ങനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നത് അതൊരു മനുഷ്യത്വമില്ലായ്മയല്ലേ എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യം വന്ന ഉടനെ തന്നെ നായകൻ അതിനൊരു മറുപടി കൊടുക്കാനോ അവനെ ചീത്ത പറയാനോ ഒന്നും നിന്നില്ല. പകരം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പ്രെഡ്ഷീറ്റിൽ അവന്റെ പേരങ്ങ് വെട്ടുന്നു. കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തൻ ഈ ജോലിക്ക് ഒട്ടും യോഗ്യനല്ല എന്നാണ് നായകൻ വിചാരിക്കുന്നത്. എന്നിട്ട് നായകൻ പറയുന്നു, ഞാനിവിടെ അതിന് മാത്രമുള്ള മനുഷ്യത്വമില്ലായ്മ ഒന്നും കാണിച്ചിട്ടില്ല, നിങ്ങൾ ആദ്യം ഇത് മുഴുവൻ കേൾക്കൂ, എന്നിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ടേപ്പ് വീണ്ടും ഓടിക്കുന്നു. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു മൊഴി കൊടുക്കുന്ന അവനാണെങ്കിലോ ഭയങ്കര മാനസികമായിട്ട് തളർന്നു പോവാണ്. അവൻ വീണ്ടും വീണ്ടും ഒരേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം പറഞ്ഞിട്ടും ഇവരൊട്ട് കൺവിൻസ് ആവുന്നുമില്ല. എന്നിട്ട് ക്ലാസ്സിൽ നായകൻ പറയുവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഇവനോട് ഓരോ വട്ടവും റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോഴും അവൻ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. എങ്ങനെ ഒരേ കാര്യം തെറ്റാതെ വീണ്ടും വീണ്ടും അവൻ ആവർത്തിക്കുകയാണ്. ഇനി ഇൻ കേസ് ഇവനോട് സത്യമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഓരോ വട്ടം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞ് ചോദിക്കുമ്പോൾ ഒരു പോയിന്റിലെങ്കിലും അവന്റെ ക്ഷമ നശിച്ച് നമ്മുടെ അടുത്ത് കയർത്ത് കയറിയിട്ടുണ്ടാവണം, ദേഷ്യപ്പെട്ടിട്ടുണ്ടാവണം. അതൊരു ബേസിക് ഹ്യൂമൻ നേച്ചറാണ്. പക്ഷെ ഇവിടെ ഇവൻ ഒരു വട്ടം പോലും ദേഷ്യപ്പെട്ടിട്ടില്ല. ഇവനെ എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ പിടിച്ചിരുത്തിയേക്കുന്നതെന്ന് ഇവന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പഠിച്ചു വെച്ച ആ ഒരേ കാര്യം ഒരു തെറ്റും ഇല്ലാതെ അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളാണെങ്കിലും ഒരു കാര്യം സത്യമായിട്ട് നടന്ന ഒരു കാര്യം പറയുന്ന സമയത്ത് അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയാൻ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ പല വാക്കുകൾ യൂസ് ചെയ്ത് പല രീതിയിൽ ആ ഒരു കാര്യത്തിനെ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കും. ബിക്കോസ് നിങ്ങൾ സത്യമാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് പറയാൻ. നിങ്ങൾ എങ്ങനെയൊക്കെ വാക്കുകൾ മാറ്റി എങ്ങനെയെല്ലാം അതിനെ ഫ്രെയിം ചെയ്തു എന്ന് പറഞ്ഞാലും അവസാനം നിങ്ങൾക്ക് ആ ഒരു സത്യത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ ആ ഒരു അവസ്ഥയായിരിക്കത്തില്ല നിങ്ങളൊരു നുണ പറയുമ്പോൾ പല രീതിയിൽ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ. അതൊരിക്കലും നിങ്ങളെ ആ ഒരു എക്സാക്ട് നുണയിലേക്ക് എത്തിക്കത്തില്ല. ഫോളോ അപ്പ് ചോദ്യങ്ങളിൽ നിങ്ങൾ പതറിപ്പോവും. അതുകൊണ്ടാണ് ഇവൻ അങ്ങനെ ചെയ്യാതെ നുണയാണ് താൻ പറയുന്നത്, ആ ഒരു നുണയെ ഒരേ ഒരു രീതിയിൽ മാത്രം അവൻ പറയാൻ നോക്കുന്നത്. അങ്ങനെ വീണ്ടും അവനോട് ഒരേ കാര്യങ്ങൾ തന്നെ പറയാൻ ആവശ്യപ്പെട്ട് അവനെ മെന്റലി ബ്രേക്ക് ചെയ്ത് അവന്റെ വായിൽ നിന്ന് സത്യങ്ങൾ വരുന്നു. ഇവൻ കുറ്റസമ്മതം നടത്തുന്നു. അതായത് ഇവൻ തന്നെയാണ് ഇവന്റെ കൂട്ടുകാരനെ ആ ഒരു ബോർഡർ കടക്കാൻ സഹായിച്ചത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നായകന്റെ ജോലിയായിട്ടുള്ള ഒരു ഇന്റർഗേഷൻ തീർന്ന് സക്സസ് ആവുന്നു. പക്ഷേ ഒരു പടി മുകളിൽ പോയി പുള്ളി ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ അവന്റെ കൈ അവർ ഇരിക്കുമ്പോൾ തുടക്കടിയിൽ വെക്കാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നു. അത് വെറുതെ പറഞ്ഞതല്ല. അവനിരുന്ന ആ ഒരു കസേരയുടെ മുകളിൽ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു. ആ ക്ലോത്തിലാണ് ഇവനോട് കൈ വെക്കാൻ പറഞ്ഞത്. സോ ഇവൻ ഇത്രയും നേരം ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവൻ വിയർത്തു പോകും. ആ വിയർപ്പ് ആ ഒരു ക്ലോത്തിൽ എന്തായാലും ആയിട്ടുണ്ടാവും. സോ അത് ഈ ഒരു നായകൻ കളക്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി എങ്ങാനും ഭാവിയിൽ ഇവനെങ്ങാനും രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇവനെ ട്രാക്ക് ചെയ്യാൻ നമ്മുടെ പക്കൽ എന്തെങ്കിലും വേണം. സോ അതിന് വേണ്ടി ഇപ്പം നമ്മുടെ പക്കൽ ഇവന്റെ വേർപ്പുള്ള ഒരു തുണിയുണ്ട്. ആ തുണി വെച്ചിട്ട് നമുക്ക് ഈ നായയെ വെച്ചിട്ടെങ്കിലും ഇവനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഭാവിയിൽ നിങ്ങൾ ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ നിങ്ങൾ അവരുടെ എന്തെങ്കിലും ഒരു സാധനം കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ നായകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദെൻ അവിടെ കെട്ടിയതിൽ ക്ലാസ് കഴിഞ്ഞതും ഇവനെ കാണാൻ വേണ്ടി ഇവന്റെ സുപ്പീരിയർ ആയിട്ടുള്ള ലെഫ്റ്റനന്റ് കേണൽ ഗ്രൂബിറ്റ്സ് വരാണ്. ആക്ച്വലി ഇവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, ഒരുമിച്ചായിരുന്നു തുടങ്ങിയത്. പക്ഷേ ഹയർ ഒഫീഷ്യൽസിന്റെ വാലിൽ നിന്നൊക്കെ അവരെ കയ്യിലെടുക്കാൻ ഗ്രൂബിറ്റ്സിന് നല്ല കഴിവായിരുന്നു. അതുകൊണ്ട് അവൻ കേണലായി, ഇയാൾ ഇപ്പോഴും ക്യാപ്റ്റൻ ആയിട്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. അതിന്റെ പേരും പറഞ്ഞ് ചെറുതായിട്ട് കുത്തിക്കാണിക്കലൊക്കെ ഉണ്ട്. സോ നായകനെ അടുത്തൊരു കേസിന്റെ കാര്യമായിട്ട് അടുത്തുള്ള ഒരു തിയേറ്ററിലോട്ട് അവൻ കൊണ്ടുപോകുന്നു. തിയേറ്റർ എന്ന് പറയുമ്പോൾ സിനിമ തിയേറ്റർ അല്ല, പകരം നാടക തിയേറ്റർ. അവിടെ നാട്ടിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു നാടകൃത്തിന്റെ ഒരു നാടകം നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി മിനിസ്റ്ററും വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു മിനിസ്റ്റർ അല്ല, ഈ ഒരു കൾച്ചറൽ പരിപാടിയെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന മിനിസ്റ്റർ ഓഫ് കൾച്ചറാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ നമ്മുടെ ജനങ്ങൾ എന്ത് കാണണം കാണണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു സെൻസർ ബോർഡ് ഉണ്ടോ, അതേപോലെ അവിടെയും ഒരു മിനി കൾച്ചറൽ സെൻസർ ബോർഡ് ഉണ്ടായിരുന്നു. നാടകം ഇവരെ ആദ്യം കാണിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് അപ്രൂവൽ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് അവിടെ കെട്ടിയതിൽ ഇവർ രണ്ടുപേരും അവർ തിയേറ്ററിലോട്ട് എത്തുന്നു. എന്നിട്ട് ഗ്രൂപ്പിച്ച് ആണ് ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഇവനെ കാണിച്ചു കൊടുക്കുന്നത്. നാടകം എപ്പോൾ തുടങ്ങും, എന്ത് നാടകമാണ്, ദാ ഇരിക്കുന്നതാണ് മിനിസ്റ്റർ ബ്രൂണോ ഹെംഫ്. ആ സ്റ്റേജിന് സൈഡിലുള്ളവനല്ലേ, അവനാണ് ഈ ഒരു നാടകം എഴുതി. ഇവന്റെ പേര് ഡ്രേമൻ. അവൻ ഇവിടങ്ങളിൽ അത്യാവശ്യം നല്ല പോപ്പുലറുമാണ്, പിന്നെ നമ്മുടെ ഗവൺമെന്റിനോട് നല്ല ലോയലുമാണ്. എനിക്കറിയാം ഇയാളെ, ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അത്യാവശ്യം അറഗന്റ് ആയിട്ടുള്ള ഒരുത്തനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇവനെ നല്ലപോലെ ഫോളോ ചെയ്യണം. എടാ നീ എന്ത് തേങ്ങ പറയുന്നത്? ഇവന്റെ നാടകവും ഇവന്റെ കവിതകളൊക്കെ തന്നെ ഈ ഈസ്റ്റിലും മാത്രമല്ല അങ്ങ് വെസ്റ്റിലും കേൾക്കാൻ ആൾക്കാരുണ്ട്. എന്നിട്ടും അവൻ അങ്ങോട്ട് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളോടുള്ള ഈ ഒരു ഈസ്റ്റിനോടുള്ള ലോയൽറ്റി കാരണമല്ലേ. ഇനി നമ്മളെങ്ങാനും അവനെ സ്പൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തോക്ക് എടുത്ത് തിരിച്ച് നമ്മുടെ നെഞ്ചത്ത് വെടിവെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാ അവസ്ഥ. അത്രയും പിടിപാടുള്ള കോൺടാക്ട്സ് ഉള്ള ഒരുത്തനാണ് അവൻ. എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് വരുന്നതെന്ന് വീസ്ലർ. ഇനി ഡ്രേമനെ പറ്റി പറയുമ്പോൾ അവന്റെ രചനകൾ, അവന്റെ നാടകങ്ങളും അവന്റെ കവിതകളും അവന്റെ എല്ലാ സംഭവങ്ങളും തന്നെ നമ്മൾ മേലോട്ടുമായിട്ട് നോക്കുന്ന സമയത്ത് സാധാരണ ആളുകൾക്ക് വേണ്ടി സാധാരണ ആളുകളുടെ കഥ പറയുന്ന ഭയങ്കര റൂട്ടഡ് ആയിരിക്കും അവന്റെ കഥകളെല്ലാം തന്നെ. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിൽ അയാൾ പറയാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്സിന്റെ കാര്യം മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ പോലും ആ ഒരു സ്റ്റേജിൽ നടക്കുന്നത് തൊഴിലാളികളുടെ കഥ പറയുന്ന ഒരു നാടകമാണ്. എന്നാൽ അതിലും ഉണ്ട് ഒരു പൊളിറ്റിക്സ്. നാടകം നന്നായിട്ടുണ്ട്, നമ്മുടെ വീസ്ലറിനും അത് ഇഷ്ടപ്പെടുന്നു. അതിനകത്ത് നായികയാണെങ്കിലോ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവളുടെ പേര് ക്രിസ്റ്റ. ഈ ക്രിസ്റ്റയും ഡ്രേമനും തമ്മിൽ ഇഷ്ടത്തിലാണ്. അവരിപ്പോൾ ഒരു ലിവിൻ റിലേഷൻഷിപ്പിലാണുള്ളത്. അവിടെ കെട്ടിയതിൽ കാണാൻ ഗ്രൂബിച്ച് നേരെ താഴെയുള്ള മിനിസ്റ്ററിനെ ഒന്ന് മോഹം കാണിക്കാന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട്. വന്നപാടെ മിനിസ്റ്റർ ഗ്രൂബിച്ചിനോട് ഒരു ചോദ്യം, എടാ നിനക്ക് ആ റൈറ്റർ ഉണ്ടല്ലോ ആ ഡ്രേമൻ, അവനെ പറ്റി എന്താ അഭിപ്രായം? നീ ആരെയും പേടിക്കണ്ട, നിന്റെ ഉള്ളിലുള്ളത് നീ തുറന്നു പറഞ്ഞു. ഇങ്ങനൊരു ചോദ്യം വന്നതും ഗ്രൂബിച്ച് എന്ത് ചെയ്തു, നേരെ നമ്മുടെ വീസ്ലർ പറഞ്ഞ രീതിയിൽ, സാറെ പറയുന്നോണ്ടൊന്നും തോന്നരുത്, അയാൾ ഭയങ്കര ലോയലൊക്കെ ആയിരിക്കാം, പക്ഷേ എനിക്ക് എന്തോ ഒരു സംശയമുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അയാളെ വാച്ച് ചെയ്യണം, നല്ല രീതിയിൽ വാച്ച് ചെയ്യണം, കാരണം അയാളുടെ നടപടിയൊന്നും ശരിയില്ല എന്ന
രീതിയിലൊരു കാര്യം പറയുന്നു. ഇതേ കാര്യം വീസ്ലർ പറഞ്ഞപ്പോഴോ, നീ എന്ത് തേങ്ങ ഈ പറയുന്നത്, അവൻ ഭയങ്കര ലോയലാണ്, നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കുഴി നീ തന്നെ വെട്ടുന്ന പോലെയാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗായിരുന്നു. മിനിസ്റ്റർ ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവനൊരു സംശയം, ഇനി എങ്ങാനും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വീസ്ലർ പറഞ്ഞ അതേ രീതിയിൽ ഇവനും പ്ലേറ്റ് കമത്തി. മിനിസ്റ്റർ ഇംപ്രസ്ഡ്. ഇതുകൊണ്ടാണ് നീ കേണലായിട്ട് ഞാൻ മിനിസ്റ്ററായിട്ട് ഇരിക്കുന്നത്, നമ്മൾ രണ്ടുപേരും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്. എനിക്കും ആ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പുറത്ത് നമ്മൾ ആരോടെങ്കിലും ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരാണെങ്കിൽ ഇവൻ ഭയങ്കര ലോയലാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് കാല് നക്കാൻ നിൽക്കും. നീ അങ്ങനെയല്ല, നീ മിനിസ്റ്റർ ആണെന്ന് പോലും നോക്കാതെ നിന്റെ ഉള്ളിൽ പെട്ടത് നീ അങ്ങ് പറഞ്ഞു. പക്ഷേ മിനിസ്റ്റർ ഉണ്ടല്ലോ, ഈ മിനിസ്റ്റർക്ക് ഡ്രേമാനോടുള്ള ചുരുക്കം അത് വേറെ കഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ക്രിസ്റ്റയെ നേടാൻ വേണ്ടിയാണ് ഇവൻ പണി കൊടുക്കാൻ നോക്കുന്നത്, അല്ലാതെ ദീർഘവീക്ഷണോ ദേശസ്നേഹമോ ഒന്നുമല്ല. ഡ്രേമനാണ് ക്രിസ്റ്റയെ നേടാൻ തടങ്കലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അതിനു വേണ്ടിയാണ് ഈ മിനിസ്റ്റർ ശ്രമിക്കുന്നത്. തുടർന്ന് നമ്മുടെ മിനിസ്റ്റർ ഗ്രൂബിറ്റ്സിനോട് ഈ പറയുന്ന ഡ്രേമനെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അവനെ സ്പൈ ചെയ്യുന്നു പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കുന്നു. ബട്ട് വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം, നമ്മൾ അവനെ സ്പൈ ചെയ്യുന്ന കാര്യം ഒരു കാരണവശാലും അവൻ അറിയാൻ പാടില്ല. ഓക്കെ, അതിന് ഗ്രൂബിറ്റ്സും സാർ ഇത് എപ്പോൾ തുടങ്ങണം, നമ്മൾ എപ്പോൾ തൊട്ട് അവനെ സ്പൈ ചെയ്യണം, എത്രയും പെട്ടെന്ന്, കാരണം അടുത്ത ആഴ്ച അവൻ്റെ വീട്ടിൽ വെച്ച് ഒരു പാർട്ടി നടക്കുന്നുണ്ട്, അവൻ്റെ വെൽവിഷേഴ്സും അവന് പ്രിയപ്പെട്ടവരൊക്കെ അവിടെ വരുന്നുണ്ട്. സോ നീ അവനെ ഫോളോ ചെയ്യുക, അവനെതിരെയുള്ള എന്തെങ്കിലും ഒരു സോളിഡ് എവിഡൻസുമായിട്ട് നീ എന്നെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരാമെന്ന രീതിയിൽ മിനിസ്റ്റർ പറയുന്നു. ഗ്രൂബിറ്റ്സ് എന്ത് ചെയ്തു, നേരെ നമ്മുടെ വീസ്ലറിൻ്റെ അടുത്ത് വന്നിട്ട്, എന്തായാലും നീ പറഞ്ഞതല്ലേ, നീ എന്തായാലും അവനെ ഫോളോ ചെയ്തു, ഞാൻ പെർമിഷൻ വായിച്ചിട്ടുണ്ട്, ഈസ്റ്റ് ജർമ്മനിക്കെതിരെയായിട്ട് എന്തെങ്കിലും ഒരു സാധനം അവൻ ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നീ അത് എന്നെ ഉടനെ അറിയിക്കണം, ഓക്കെ അല്ലേ എന്നും പറഞ്ഞ് ആ ജോലി അവൻ്റെ തലയോട്ടിടുന്നു. വീസ്ലറും ഇവന് സുപ്പീരിയർ ആണ്, പറഞ്ഞ അനുസരിച്ച് പറ്റത്തുള്ളൂ, ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് അവനും അതിന് സമ്മതിക്കുന്നു. സോ ഗ്രൂബിറ്റ്സ് എങ്ങനെ ചെയ്തിട്ടൊക്കെയാണ് കേണൽ ആയതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ. അങ്ങനെ തന്നെ അവിടെ കെട്ടിയത് അടുത്ത ഷോട്ടിൽ ഒരു കൾച്ചറൽ പാർട്ടി പോലെ ഒരു ഈവന്റ് നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള ഡ്രേമൻ ഉണ്ട്, അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ക്രിസ്റ്റിയ ഉണ്ട്, ഈ മിനിസ്റ്റർ ഉണ്ട്, അങ്ങനെ കുറേ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഉണ്ട്. അവിടെ ഡ്രേമനും ക്രിസ്റ്റിയും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ ഇയാളുടെ വയറങ്ങ് എരിയുന്നുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ നേരെ മൈക്കെടുത്ത് ഇവരെ നല്ല രീതിയിൽ അങ്ങ് പുകഴ്ത്തി തള്ളുന്നു. ഡ്രേമനെ പോലുള്ള ഒരു കലാകാരനെ കിട്ടിയത് നമ്മുടെ നാടിന്റെ ഭാഗ്യമാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് പൊക്കുന്നു. ഒപ്പം ക്രിസ്റ്റിക്കും ഉണ്ട്, അതായത് അവൾ നമ്മുടെ നാടിന്റെ മുത്താണ്, പവിഴമാണെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഡ്രേവൻ അവളെ കളിയാക്കുന്നുണ്ട്, വേണ്ട ഇതിന്റെ മുത്ത് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരുടെ മുമ്പിലും വെച്ച് ഇവരെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിയ ശേഷം ഇവരുടെ അടുത്തോട്ട് വന്നിട്ട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ ഡ്രേമൻ മിനിസ്റ്ററോട് ഒരു റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഡ്രേമന് ഒരു പാർട്ണർ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എഴുത്തിന്റെ കാര്യം ഡ്രേമൻ നോക്കുമ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നതെല്ലാം തന്നെ ഇവന്റെ സുഹൃത്തായിട്ടുള്ള ആൽബർട്ട് ആയിരുന്നു. സാറ് കൊണ്ടുവന്ന ഡയറക്ടേഴ്സ് ഒക്കെ എനിക്ക് ഓക്കെയാണ്, പക്ഷേ എനിക്ക് പഴയ പോലെ അങ്ങ് എൻ്റെ റൈറ്റിംഗ്സ് അങ്ങ് ജെല്ലാവുന്നുണ്ടോ എന്നൊരു സംശയം പോലെ. എനിക്ക് എൻ്റെ പഴയ ആ ഒരു ഡയറക്ടറിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത കൊള്ളാമെന്നുണ്ട് ആൽബർട്ട് ജസ്ക. പക്ഷേ സാറ് കൊടുത്ത ഒരു വിലക്ക് കാരണം അവനൊരു ഷാഡോ ബാനായി നിൽക്കുവാണ്, അത് മാറ്റിയിരുന്നെങ്കിൽ നല്ലൊരു ഉപകാരമായേനെ എന്ന രീതിയിലൊരു കാര്യം ഇവൻ പറയുന്നു. മിസ്റ്റർ ഡ്രീമൻ, നിങ്ങൾ എന്ത് ഈ പറയുന്നത്? നമ്മുടെ സോഷ്യലിസ്റ്റ് നാട്ടിൽ എന്ത് വിലക്കാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ ആരെ വിലക്കിയെന്ന്? ഷാഡോ ബാൻ ചെയ്തു, വിലക്ക് ചെയ്തു, ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് വലിയ വാക്കുകളാണ്, അത് സൂക്ഷ്യം കണ്ട് ഉപയോഗിക്കണം എന്ന രീതിയിൽ ഒരു വാണിംഗ് നമ്മുടെ ഡ്രീമന് കൊടുക്കുന്നു. കാര്യം അയാളെ വർക്ക് ചെയ്യാൻ വിടാതെ വിലക്കിയിട്ടിരിക്കുവാണ്. ആൽബർട്ട് ജസ്കർ അയാളുടെ വർക്കിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഈ ഒരു ഗവൺമെന്റിന് ഇഷ്ടമായില്ല. സോ ദേ സിംപ്ലി സൈലൻസ്ഡ്. അവിടെ കെട്ടിയത് നമ്മുടെ നായകനായിട്ടുള്ള ക്യാപ്റ്റൻ വീസ്ലറിനെയാണ് കാണിക്കുന്നത്. അങ്ങേരുടെ ജോലി തുടങ്ങി, അതായത് ഡ്രീമിനെ ഭയങ്കരമായിട്ട് അയാൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. അയാളുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്, അയാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ആരൊക്കെ കാണുന്നുണ്ട്, ഇതെല്ലാം ഇവൻ ഫോളോ ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇവനും എൻ്റെ ടീമും ആളില്ലാത്ത സമയം നോക്കി ഈ പറയുന്ന ഡ്രീമിന്റെ അപ്പാർട്ട്മെന്റിൽ കയറി ആ അപ്പാർട്ട്മെന്റ് ഫുള്ളും ഒരു കോർണർ പോലും വിടാതെ ബഗ് ചെയ്യുന്നു. ഇന്നത്തെ പോലെ വയർലെസ് ആയിട്ടുള്ള ബഗ്ഗിങ് അന്ന് നടക്കത്തില്ല, അന്ന് പ്യോർ വയേർഡ് ആയിട്ടുള്ള ഫിസിക്കൽ കേബിൾ വെച്ച് വേണം മൊത്തം ബഗ് ചെയ്യാൻ. അങ്ങനെ ആ വീട് മൊത്തം സൂക്ഷിച്ചും കണ്ടും ഇവർ മൊത്തത്തിൽ ബഗ് ചെയ്യുന്നു. മൈക്കുകൾ മാത്രമല്ല, എൻട്രൻസിന്റെ അവിടെ ഒരു ക്യാമറയും ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരിതെല്ലാം സെറ്റ് ചെയ്ത് അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ലേഡി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കൂളായിട്ട് ഈ ഒരു ലേഡി അപ്രോച്ച് ചെയ്യുന്ന വീസ്ലർ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഞങ്ങൾ ഇവിടെ വന്നതും ഈ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെങ്കിലും ആരെങ്കിലും അറിഞ്ഞ, നിങ്ങളും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പോകുന്ന മകളും രണ്ടുപേരെയും ഞങ്ങൾ തൂക്കും, നിങ്ങളുടെ മോള് പിന്നീട് യൂണിവേഴ്സിറ്റി പോകത്തില്ല, മനസ്സിലായല്ലോ അല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ്റെ അവിടെ നിന്ന് ഒരു വാണിംഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുക. ഇങ്ങനെ വാണിംഗ് ചെയ്ത സമയത്ത് ആ സ്ത്രീയുടെ പേരും മകളുടെ പേരും എല്ലാം എക്സൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടാണ് അവൻ വാണിംഗ് ചെയ്യുന്നത്. സ്റ്റാസിയുടെ കയ്യിൽ ആ നാട്ടിലുള്ള എല്ലാവരുടെ ഡീറ്റെയിൽസും ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അവർ വിചാരിച്ച അവരെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, ആ സാധനം അവിടെ കിട്ടിയാൽ ഡ്രീമൻ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള മുമ്പേ പറഞ്ഞ ഒരു ആൽബർട്ട് ജസ്കി ഉണ്ടല്ലോ, അയാളെ കാണാൻ വേണ്ടി പോയേക്കാം. പാർട്ടി ഉണ്ടല്ലോ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രീമന്റെ ബർത്ത്ഡേ പാർട്ടിയാണ് നടക്കുന്നത്. ആൽബർട്ട് നീ ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ എന്തായാലും വരണം കേട്ടോ. എടാ സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു, അടുത്ത ജന്മത്തിലെങ്കിലും നിന്നെ പോലൊക്കെ ഉള്ള റൈറ്ററായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. 7 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഏതോ ഒരു സാധനം ഡയറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇനി എന്നെ കൊണ്ട് ഒരിക്കലും ഡയറക്റ്റ് ചെയ്യാൻ അനുവദിക്കാത്തൊരു നാട്ടിൽ ഒരു പേനയും പേപ്പറും വെച്ച് നിന്നെ പോലെ റൈറ്റേഴ്സിന് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും. അതൊരു ഭാഗ്യമാണ്. അടുത്തൊരു ജന്മത്തിലെങ്കിലും എനിക്ക് അങ്ങനെ ആവണം എന്നാണ് ഇയാൾ പറയുന്നത് ഭയങ്കര എമോഷണൽ ആയിട്ട്. എടാ നീ ഇങ്ങനെ ഡെസ്പ് ആവാതെ, ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഞാൻ ആ മിനിസ്റ്ററിനെ കണ്ട് സംസാരിച്ചായിരുന്നു, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ രണ്ടുപേർക്കും അറിയാം അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നൊരു കാര്യം. അങ്ങനെ രാത്രിയാവുന്നു, ഇവന്റെ വീട്ടിൽ പാർട്ടി നടക്കുകയാണ്. ഇവന് വേണ്ടപ്പെട്ട ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൽബർട്ടും
വരുന്നുണ്ട് ആ ഒരു പാർട്ടിക്ക്. ഇങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പുറത്തിരിക്കുന്ന നമ്മുടെ വീസ്ലർ ഒറ്റ വെക്കുന്നുണ്ടായിരുന്നു. അവൻ ആ അപ്പാർട്ട്മെന്റ് അടുത്തായിട്ട് തന്നെ വേറൊരു റൂം സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നിട്ടാണ് ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത്. കേട്ടിരുന്നാൽ മാത്രം പോരാ, ആ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ റിപ്പോർട്ട് എഴുതി വെക്കണം. എന്നാൽ ആ റിപ്പോർട്ടിനകത്ത് ഈ ആളുകളുടെ ശരിക്കുള്ള പേര് ഉപയോഗിക്കാതെ കോഡ് വേർഡ് യൂസ് ചെയ്തിട്ടാണ് അവർ എഴുതുന്നത്. ഇപ്പൊ ഡ്രെയ്മന് ലെസ്ലോ എന്ന് പറയുന്ന ഒരു പേരും അതേപോലെ തന്നെ ക്രിസ്റ്റയ്ക്ക് CMS എന്നൊരു കോഡ് വേർഡുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പാർട്ടിയും തീരുകയാണ്. അവിടെ നമ്മുടെ ഡ്രെയ്മനും ഈ ഒരു ക്രിസ്റ്റയും മാത്രമേ ഉള്ളൂ. അപ്പൊ ആൽബർട്ടും ഇവനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് ഇവൻ തുറന്നു നോക്കുക. അതൊരു ബുക്കായിരുന്നു. അതിന്റെ ടൈറ്റിൽ എ സോണറ്റ് ഫോർ എ ഗുഡ് മാൻ എന്നാണ്. പിന്നെ എപ്പോഴെങ്കിലും വായിക്കാന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം മാറ്റി ഒക്കെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു, ഇനി നമ്മുടെ പാർട്ടി തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ഗെച്ചച്ച് നടക്കുന്നുണ്ട് അവിടെ ഡ്രെയ്മനും ക്രിസ്റ്റയും തമ്മിൽ. ഈവൻ ഈ വിഷയങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീസ്ലർ വിട്ട് കളയുന്നില്ല, അതും ചേർത്തിയാണ് റിപ്പോർട്ട് എഴുതുന്നത്. അങ്ങനെ രാത്രിയാവുന്നു. സോ ഇവന്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേറൊരുത്തനാണ് വരുന്നത്. വീസ്ലറിന് ഒറ്റയ്ക്ക് 24 മണിക്കൂർ ഇവനെ ഇങ്ങനെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഷിഫ്റ്റ് ആയിട്ട് ആൾ മാറിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അവിടെ കെട്ടിയതിൽ പിറ്റേ ദിവസം ആവുന്നു. ഓഫീസിൽ വെച്ച് ഗ്രൂബിക്സും വീസ്ലറും മീറ്റ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മുടെ വർക്കേഴ്സിന് അലോട്ട് അയക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ടാണ് നമ്മുടെ വീസ്ലർ കഴിക്കുന്നത്. എടാ നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് അവിടെ ഓഫീസ് ടേബിൾ ഇല്ലേ, നമുക്ക് അവിടെ പോയിരിക്കാന്ന് പറഞ്ഞ് ഗ്രൂബിക്സ് വിളിക്കുന്നുണ്ട്. സോഷ്യലിസം അല്ലേ, അത് ഇവിടുന്നേ തുടങ്ങട്ടെ, എന്നാലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീസ്ലർ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നു. ഗ്രൂബിക്സ് ആണല്ലോ ഇവനെയൊക്കെ വെച്ചിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ വേറെ വഴിയില്ലാതെ അവനും അവന്റെ കൂടെ തന്നെ ഇരിക്കുന്നു. സോ ഇതിലൂടെ തന്നെ ഈ ഐഡിയോളജീസ് പോക്കി നടക്കുന്നവന്മാർക്ക് വായ ഉണ്ടാവും, പക്ഷെ അത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സോഷ്യലിസം മാത്രമല്ല, കമ്മ്യൂണിസവും ബാക്കിയുള്ള എല്ലാ അസങ്ങളും ഇതിനകത്ത് പെടും. ഇവർ രണ്ടുപേരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് പയ്യന്മാരൊക്കെ ഇരുന്ന് സംസാരിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു പയ്യൻ അവന്റെ സീനിയർ ഓഫീസറിനെ വെച്ച് ഒരു ജോക്ക് രീതിയിൽ ഒരു സാധനം അടിച്ച സമയത്ത് ഇത് കേൾക്കുന്ന ഗ്രൂബിക്സ് ദേഷ്യപ്പെടുന്നു. നീ ഇപ്പൊ പറഞ്ഞതിനും ചെയ്തതിനും നിന്നെ ഈ ജോലി വിട്ട് നോക്കി എനിക്ക് അധികം നേരമൊന്നും വേണ്ട, മര്യാദയ്ക്ക് ഹയർ ഒഫീഷ്യൽസിന് റെസ്പെക്ട് കൊടുത്ത് വേണം ഇവിടെ നടക്കാൻ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പയ്യന്മാരെ ഗ്രൂബിക്സ് പേടിപ്പിച്ചു വിടുന്നു. സോ ഇതെല്ലാം നേരിട്ട് കാണുന്ന നമ്മുടെ വീസ്ലറിന് അവന്റെ തന്നെ ചിന്ത ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ വരുന്നു. എത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാണെന്ന് പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവരല്ല ഒന്നും. ആ കാര്യം മെല്ലെ നമ്മുടെ വീസ്ലർ മനസ്സിലാക്കി വരുന്നു. അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഡ്രെയ്മനാണ്. കാരണം അയാളുടെ ജീവിതത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന നായകനാണ്. അങ്ങനെ ഇരിക്കെ ആ ദിവസം രാത്രിയിൽ നമ്മുടെ ക്രിസ്റ്റയെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു കാറാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, ആ ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ നാളുകളായി. ഒരു മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ എതിർത്ത് പറയാനോ എതിർക്കാനോ ഒന്നും ഇവളെ കൊണ്ട് സാധിക്കത്തില്ല. നിസ്സഹായയായ ക്രിസ്റ്റ വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വീസ്ലർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ കാർ നമ്പർ നോട്ട് ചെയ്ത് അത് മന്ത്രിയുടെ കാറാണെന്നൊക്കെ ഉറപ്പ് വരുത്തി അവൻ അറിയായിരുന്നതൊക്കെ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ വീസ്ലറിന് ഈ സത്യങ്ങളെല്ലാം ഡ്രെയ്മനും അറിഞ്ഞിരിക്കണം എന്നൊരു രീതിയിലൊരു തോന്നൽ വരുന്നു. ഡ്രെയ്മൻ സത്യസന്ധമായിട്ടാണ് ഇവളെ പ്രണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സത്യം അവൻ അറിയാൻ അർഹനാണെന്നുള്ള രീതിയിലാണ് ഇവൻ ചിന്തിക്കുന്നത്. തുടർന്ന് വീസ്ലർ അവിടെ ഉണ്ടായിരുന്ന 2 വയറുകൾ ഷോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഡ്രെയ്മന്റെ അപ്പാർട്ട്മെന്റിലെ കോളിംഗ് ബില്ല് റിങ് ചെയ്യിക്കുന്നു. ആരാണെന്ന് അറിയാൻ വേണ്ടി ഇവൻ വെളിയിലോട്ട് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണാനില്ല. അപ്പോഴാണ് വെളിയിലെ കാറിന്റെ ശബ്ദം കേട്ട് അത് ആരാന്നറിയാൻ വേണ്ടി ഇവൻ എത്തി നോക്കുന്നത്. നോക്കുമ്പോൾ ക്രിസ്റ്റ ഏതൊരുത്തിന്റെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഇവൻ കാണുകയാണ്. ആ കാർ കണ്ടപ്പോൾ തന്നെ അത് ആരുടെയാണെന്ന് ഡ്രെയ്മന് മനസ്സിലായി. കാറിൽ നിന്ന് ഇറങ്ങുന്ന ക്രിസ്റ്റ ഡ്രസ്സൊക്കെ ശരിയാക്കിയിട്ടാണ് തിരിച്ച് അപ്പാർട്ട്മെന്റിലോട്ട് കയറി വരുന്നത്. വന്നപാടെ അവൾ അധികം സംസാരിക്കാൻ നിന്നില്ല, നേരെ കുളിക്കാൻ പോയി. കുളിച്ചു കഴിഞ്ഞ് ഒന്നും മിണ്ടാതെ വന്ന് കിടന്നു. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാവോ എന്ന് മാത്രമേ അവൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ഇവനും മനസ്സിലാവുന്നുണ്ട്. ഇവൾ ഇത്രയും പ്രശ്നത്തിലായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇവനോട് പറഞ്ഞില്ല എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. അവൾ ആരോട് പറയും, പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഇവിടെ മാറുമോ? ഇല്ല. വീണ്ടും ദിവസങ്ങൾ പോവുകയാണ്. എല്ലാ ദിവസവും ഇവൾ ഏതാണ്ട് വൈകിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. വീട്ടിൽ വന്നാലും സൗകര്യം കൊടുക്കുന്നില്ല, വീട്ടിലെത്തിയിട്ടും തിരിച്ചു വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു തേഴ്സ്ഡേ നൈറ്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്നു. അപ്പോൾ തന്നെ ഡ്രീമിന് മനസ്സിലാവുന്നുണ്ട് ഇവൾ ആരെ കാണാനാണ് ഈ പോകുന്നതെന്ന്. അവൻ പറയുന്നുണ്ട് എനിക്കറിയാം നീ ഏത് ഫ്രണ്ടിനെ കാണാൻ പോകുന്നതെന്ന്. പെട്ടെന്ന് തങ്ങ് കേട്ടതും ഇവളങ്ങ് ചെറുതായിട്ടും തരിച്ചു പോകുന്നു. ഇവളെ പേടിച്ചു പോവുക. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താനോ ചോദ്യം ചെയ്യാനോ ചോദിച്ചതല്ല, പക്ഷെ എനിക്ക് അറിയാൻ വേണ്ടി നീ എന്തിനു വേണ്ടി ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നത്. ഒന്നില്ലെങ്കിലും നീ ഒരു 4 ആൾ അറിയുന്ന ഒരു നായികയല്ലേ. നായിക, ആ പട്ടം ഉണ്ടല്ലോ, നായിക പട്ടം, അതെനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അഭിനയിക്കണം. അങ്ങനെ ഞാൻ അഭിനയിക്കണമെങ്കിൽ ഇവന്മാരെ പോലുള്ളവന്മാരെ അനുവദിക്കണം. ഡ്രീമിന് എനിക്ക് എൻ്റെ ഈ ജോലി വളരെയധികം ഇഷ്ടമാണ്, എനിക്ക് നിന്നെയും ഇഷ്ടമാണ്. എന്നാൽ ഇതൊന്നും എൻ്റെ പരിധിയിൽ ഇപ്പം നിൽക്കുന്നില്ല, അതാണ് അവസ്ഥ എന്ന് പറയുമ്പോൾ ഇവൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇവള് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എൻ്റെ അതേ അവസ്ഥയിൽ തന്നെയല്ലേ നീയോ ഉള്ളേ? ഇവന്മാര് പറയുന്നതും കേട്ട് ഇവന്മാർക്ക് വേണ്ടി എന്നാൽ നിന്റെ ഉള്ളിലുള്ളത് പുറത്തും പറയാൻ പറ്റാത്തൊരു ജീവിതമല്ലേ നീയും ജീവിക്കുന്നത്. നിന്റെ എഴുത്തിലെ രക്ഷകനാണെങ്കിൽ നീ ആദ്യം നിന്റെ കാര്യം നോക്കണം, എന്നിട്ട് നീ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വാ എന്നൊക്കെ പറഞ്ഞ് ക്രിസ്റ്റ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രെയ്മന് ഒരു കോൾ വരുന്നുണ്ട്. ഇവന്റെ മറ്റേ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ആൽബർട്ട് ജസ്കർ, അയാൾ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഈ വാർത്ത കേട്ടതും ഇവനങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവനൊരു സൂയിസൈഡൽ അറ്റംപ്റ്റിലോട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരുന്നില്ല. ആരോടും മിണ്ടാതെ അവൻ കുറച്ചു നേരം അവിടെ തന്നെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആൽബർട്ട് ഇവന്റെ ബർത്ത്ഡേക്ക് കൊടുത്ത ഒരു ബുക്ക് ഉണ്ടല്ലോ, എ സോണറ്റ് ഫോർ എ ഗുഡ് മാൻ, അതൊരു മ്യൂസിക്കൽ പുസ്തകമായിരുന്നു. സോ ആ ഒരു മ്യൂസിക് ഈ ഡ്രെയ്മൻ അവന്റെ പിയാനോയിൽ വായിക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു മെലഡിയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്നൊരു ട്രാജഡി ഒക്കെ ഉള്ള പോലൊരു ഫീൽ. ചില മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു കുത്തിൽ തോന്നത്തില്ലേ, ഏതാണ്ട് അതുപോലൊക്കെ. ഇങ്ങനെ ഈ ഒരു മ്യൂസിക് പീസ് വായിക്കുന്ന സമയത്ത് ഇത് കേട്ടോണ്ടിരിക്കുന്ന അപ്പുറത്തെ സൈഡിലുള്ള നമ്മുടെ നായകന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു. അതിന്റെ റീസൺ വേണമെങ്കിൽ പലതും ആയിരിക്കാം, പക്ഷെ ഒരു റിയലൈസേഷൻ ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ പുള്ളി ലിഫ്റ്റിൽ മുകളിലോട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു പയ്യനും ആളുടെ കൂടെ കയറും. അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബോൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അയാളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ
എങ്ങനെ സ്റ്റാസിയിലാണോ ജോലി ചെയ്യുന്നത്? എന്തുപറ്റി അത് നീ അങ്ങനെ ചോദിച്ചേ എന്ന് പറഞ്ഞു വീസ്ലർ. അല്ല, എൻ്റെ അച്ഛൻ പറഞ്ഞായിരുന്നു ഈ സ്റ്റാസിയിലുള്ളവരോടൊന്നും സംസാരിക്കാൻ പാടില്ല, അവരൊക്കെ ക്രൂരന്മാരാ, അവരെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതെ പോകണം എന്നൊക്കെ. അതാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാണെന്ന് ഈ പയ്യൻ. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് വീസ്ലറിന് ദേഷ്യം വന്നിട്ട് ആരവൻ, അവന്റെ പേരെന്താ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം. നിന്റെ അച്ഛൻ്റെ പേര് പറ, അയാൾക്കിട്ട പണം ഞാൻ കൊടുക്കാന്നുള്ളൊരു സെൻസിലാണ് പുള്ളി ചോദ്യം ചോദിച്ചത്. കുട്ടി അപ്പം തന്നെ ആരുടെ പേര് എന്ന് പറഞ്ഞ് തിരിച്ചു ചോദിച്ചപ്പോൾ ഇയാളൊന്ന് ബാക്കിലോട്ട് വരുന്നുണ്ട്. ഇതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ, നമ്മളല്ലല്ലോ ആൾക്കാരെ പേടിപ്പിച്ചല്ലേ വെച്ചിരിക്കുന്നത്, അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. അപ്പം തന്നെ വീസിൽ ടോപ്പിക് മാറ്റിയിട്ട് അല്ല ഞാൻ ബോളിന്റെ പേരെ ചോദിച്ചത്, ബോളിന് ആരെങ്കിലും പേരിടുമോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പയ്യൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ ആ ഒരു കോൺവെർസേഷൻ അവിടെ തീരുകയാണ്. സോ വർഷങ്ങളായിട്ട് ഈ ഒരു സോഷ്യലിസം തലക്കി പിടിച്ചിരിക്കുന്ന ആളുടെ ഉള്ളിൽ ഓരോ ചോദ്യങ്ങൾ വരികയാണ്, അതിനൊന്നും ഉത്തരവില്ല. അങ്ങനെ പിറ്റേ ദിവസം വന്നു ആൽബർട്ട് ജസ്കറിന്റെ ഫ്യൂണറൽ നടക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു കലാകാരൻ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം ഗവൺമെന്റ് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആൾക്കാർ എത്ര പുസ്തകം വായിക്കുന്നു, എന്ത് പുസ്തകം വായിക്കുന്നു, അതിന് എത്ര സിനിമകൾ കാണുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, മറ്റേത് മറിച്ചതിനൊക്കെ കണക്കുള്ള ഇവർക്ക് ഒരാൾ ഇവിടെ മരിച്ചു പോയിരിക്കുന്നു, ആ ഒരു മരണത്തെ പോലും അവർ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ആക്ച്വലി കണക്കെടുക്കുന്നുണ്ടായിരുന്നു, അവർ ഇത് മനഃപൂർവ്വം നിർത്തി വെച്ചിരിക്കുന്നതാണ്. 1977 വരെ ഇതിന് കണക്കുണ്ടായിരുന്നു. ഏറ്റവും ആളുകൾ സൂയിസൈഡ് ചെയ്ത് ഹംഗറി ആണെങ്കിൽ തൊട്ട് പിന്നാലെ തന്നെ ഈസ്റ്റ് ജർമ്മനി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവരുടെ സൗകര്യപൂർവ്വം ഇവർ ആ കണക്കെടുപ്പ് ഒഴിവാക്കി. ഒരു നാട്ടിൽ എത്ര ആൾക്കാർ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തു പോയി കഴിഞ്ഞാൽ ആ നാടിനെ പറ്റിയുള്ള ഒരു പുറത്തുള്ളവരുടെ ഇംപ്രഷൻ മാറും. ഇവർ പൊക്കിപ്പിടിക്കുന്ന ഇവരുടെ സോഷ്യലിസം ഐഡിയോളജിക്ക് പോലും എതിരായിട്ട് സംഭവിക്കും. അതുകൊണ്ട് ഈ കണക്കൊന്നും ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് പൂത്തി വെക്കുക. വല്ല ഇങ്ങനെ ചെയ്യുന്ന സോഷ്യലിസ്റ്റിന് എതിരൊന്നും അല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചായിരുന്നില്ല, അത് കള്ളക്കളി, അത് കള്ളക്കളി. വല്ല അവിടെയും തീർന്നില്ല, ഈ സൂയിസൈഡ്സ് ഉണ്ടല്ലോ ഇതിനെയെല്ലാം സെൽഫ് മേർഡേഴ്സ് ആയിട്ട് ലേബൽ ചെയ്യാൻ തുടങ്ങി. വെൽ കൺവീനിയന്റ്ലി ഇതിങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ ഒട്ടും ശരിയാവത്തില്ല, ഇതെങ്ങനെയെങ്കിലും ആൾക്കാർ അറിയണം, വെസ്റ്റ് ജർമ്മനിയിലുള്ള ആൾക്കാർ ഇത് അറിയണം എന്ന് പറഞ്ഞൊരു തീരുമാനം ഡ്രെയ്മൻ എടുക്കുന്നു. തുടർന്ന് ഇവിടെ നടക്കുന്ന എല്ലാ അനീതിയും മനുഷ്യത്വരഹിതമായ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്യാൻ ഇവൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ഈസ്റ്റ് ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും എന്നറിയാതിരിക്കുന്ന സമയത്ത് ഇവൻ ഇവന്റെ ഫ്രണ്ട്സിനെ പോയി കാണുന്നു. പോളിന്റെ വീട്ടിലെത്തിയതും അവൻ അപ്പം തന്നെ അവിടുത്തെ മ്യൂസിക്കിന്റെ സൗണ്ട് കൂട്ടി വെക്കുന്നു. എന്തിന് ഇത്രയും സൗണ്ട് വെക്കുന്നത്, കുറയ്ക്കടാന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഇല്ല അതൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇവന്റെ ചെവി വന്ന് കാര്യം പറയുന്നു. പോളിന്റെ അപ്പാർട്ട്മെന്റും ബഗ്ഡ് ആണ്, അതേപോലെ തന്നെ ഇവനെ ഏത് നേരം ഫോളോ ചെയ്യാൻ ഒരു ഏജന്റും ഉണ്ട്. സോ എന്ത് സംസാരിക്കാനാണെങ്കിലും ഇവിടെ വെച്ച് നടക്കില്ല എന്ന് പറഞ്ഞ് ഇവർ പുറത്ത് ആരോരും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് കൂട്ടുകാരൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു മെമ്മോറിയൽ പോലൊരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോഴാണ് ഈ വെസ്റ്റ് ജർമ്മനിയിൽ കൊണ്ട് പബ്ലിഷ് ചെയ്യാന്ന് പറയുന്നതും അത്ര എളുപ്പമല്ല. കൊടുക്കുന്നതെല്ലാം അപ്പം തന്നെ പബ്ലിഷ് ആവാറില്ല, അതിനും ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം ഇങ്ങനെ ഓരോ മെമ്മോറിയൽ പോലുള്ള പബ്ലിക് സ്പേസിൽ നമുക്ക് ഓരോ പ്രാവശ്യം വന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഇതെല്ലാം മാനേജ് ചെയ്യാനും ഒരു സ്പേസ് വേണം. അപ്പോൾ ഡ്രെയ്മൻ പറയുന്നുണ്ട്, എടാ നിങ്ങളെന്നാൽ എൻ്റെ അപ്പാർട്ട്മെന്റിലോട്ട് പോകുക, അവിടെ ബഗ്ഗിങ് കോപ്പൊന്നും ഇല്ലല്ലോ. എടാ നീ എന്ത് തേങ്ങ ഈ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ നീയാണ്, നിന്നെ അവർ വെറുതെ വിടുന്നതാണോ നീ വിചാരിക്കുന്നത്? നീ എത്രമാത്രം അവർക്ക് ലോയൽ ആണെന്ന് ഇംപ്രഷൻ കൊടുത്താലും അവർക്ക് ആ ഒരു സംശയം ഉണ്ടാവും. നിന്റെ വീട്ടിലും ബഗ് ചെയ്തിട്ടുണ്ടാവും, നിന്റെ പിന്നാലെ ആളുണ്ടാവും, പക്ഷെ അത് നീ അറിയാത്തത് മാത്രം. നീ എന്തായാലും ഈ എഴുതുന്ന കാര്യം ആർട്ടിക്കലിന്റെ വിഷയം ഒന്നും തന്നെ ക്രിസ്റ്റിയോട് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞു, ഞാൻ നിങ്ങളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും നന്നായി, അവൾ അറിയാതിരിക്കുന്നതാണ് അവൾക്കും നമുക്കും നല്ലത്. സോ നമുക്ക് ആദ്യം നിന്റെ വീട്ടിൽ ബഗ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഇവർ ഭയങ്കര റിസ്ക് പിടിച്ചൊരു പ്ലാൻ ഇടുന്നു. ഈ പോളിന്റെ ഒരു അങ്കിൾ ഉണ്ട്, അയാൾ എല്ലാ ആഴ്ചയും വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ബോർഡറിലുള്ളവർക്കും ഇയാളുടെ കാർ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടാവാറില്ല. സോ അതിന്റെ കാറിന്റെ സീറ്റിന്റെ അടിയിലോ അല്ലെങ്കിൽ ഡിക്കിയിലോ മറ്റോ ഒളിഞ്ഞിരുന്ന് പോള് ഈ പറയുന്ന പോലെ വെസ്റ്റിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാത്രേ. അങ്ങനെ പോള് സേഫ് ആയിട്ട് അപ്പുറത്തെ വെസ്റ്റിലോട്ട് എത്തിക്കഴിയുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇവന്റെ വീട്ടിൽ ബഗ് ചെയ്തിട്ടില്ല എന്ന്. കാരണം ഡ്രെയ്മന്റെ വീട്ടിലിരുന്നിട്ടാണ് ഇവർ ഈ ഒരു പ്ലാനിങ് എല്ലാം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. തുടർന്ന് ഇവരും ഡ്രെയ്മന്റെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവർ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഏത് ചെക്ക് പോസ്റ്റിലാണ്, ഏത് വണ്ടിയിലാണ്, എത്ര സമയത്താണെന്ന് പറയുന്ന എല്ലാ ഡീറ്റെയിൽസും. സോ ആരെങ്കിലും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കാര്യം നോട്ട് ചെയ്ത് ആ ഒരു ബോർഡറിൽ വെച്ച് തന്നെ പോളിനെ അറസ്റ്റ് ചെയ്യും. വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ്. പക്ഷേ ഇതല്ലാതെ ഈ ഒരു കാര്യം കൺഫേം ചെയ്യാൻ ഇവരുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. വീട് മൊത്തം അരിച്ചു പേർക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാലും അത് അവർക്ക് അപ്പം തന്നെ സംശയം ഉണ്ടാക്കും, അവർ വേറൊരു മാർഗം തുടങ്ങും. സോ ഇതാകുമ്പോൾ പെടുവാണെങ്കിൽ പോലും അത് ഞാൻ മാത്രമായിരിക്കും, ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ഇവർ തീരുമാനിക്കുന്നു. സോ ഇവർ വിചാരിച്ച പോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പുറത്തിരുന്ന് നമ്മുടെ ക്യാപ്റ്റൻ വീസ്ലർ കേൾക്കുന്നുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഏത് ചെക്ക് പോസ്റ്റ് ആണ്, ഏത് സമയമാണ്, ഏത് വണ്ടിയിലാണ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും. കേട്ടപാടെ വീസ്ലർ ദേഷ്യപ്പെട്ട് നോട്ട് ചെയ്ത ശേഷം നേരെ ചെക്ക് പോസ്റ്റിലേക്കാണ് വിളിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഫോർ സം റീസൺ നമ്മുടെ വീസ്ലർ ആ ഒരു കാര്യം ചെയ്യുന്നില്ല. ചെക്ക് പോസ്റ്റിലെ ആളുകൾ ഫോണിൽ ഹലോ ഹലോ എന്ന് പറയുമ്പോൾ ഇവനോടൊന്ന് പ്രതികരിക്കുന്നില്ല, അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് റിപ്പോർട്ടിലും ഈ ഒരു കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാതെ വേറൊരു റിപ്പോർട്ട് ഇയാൾ ഉണ്ടാക്കി എഴുതുന്നു. അങ്ങനെ പോളും അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ വണ്ടിയിൽ തന്നെ സേഫ് ആയിട്ട് വെസ്റ്റിലോട്ട് എത്തുന്നു. അങ്കിൾ അപ്പോൾ തന്നെ ഡ്രെയ്മനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, എടാ നീ പേടിക്കണ്ട, നിന്റെ അപ്പാർട്ട്മെന്റിൽ ബഗ് ചെയ്തിട്ടില്ല, ഞങ്ങൾ സേഫ് ആയിട്ട് ഇവിടെ എത്തി, ഒന്നും നോക്കണ്ട, നിങ്ങൾ തീരുമാനിച്ചു അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. സോ കാര്യങ്ങൾ ചെയ്യാനും എഴുതാനും ഡിസ്കസ് ചെയ്യാനൊക്കെ ഇവർക്കൊരു സ്പേസ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആർട്ടിക്കിൾ എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം. ഡ്രെയ്മൻ എല്ലാ കാര്യങ്ങളും കൈകൊണ്ടാണ് എഴുതുന്നത്, പക്ഷേ ഈ പറയുന്ന പബ്ലിഷ് ചെയ്യുന്നവർക്ക് അവർക്ക് അതിന്റെ ഒറിജിനൽ കോപ്പി അവരുടെ കയ്യിൽ വേണം. സോ ഒരു ടൈപ്പ് റൈറ്ററിൽ എഴുതാൻ വേണ്ടിയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രെയ്മൻ പറയുന്നു, എൻ്റെ ഒരെണ്ണം കൊണ്ട് ഞാൻ അതിൽ എഴുതിക്കോളാം എന്ന് പറയുന്നു. എന്നാലും എൻ്റെ കൂട്ടുകാർ അത് തടയുന്നു. എടാ നീ എന്താ പൊട്ടനാണോ? എടാ ഇവിടെയുള്ള എല്ലാ ടൈപ്പ് റൈറ്റേഴ്സും രജിസ്റ്റേർഡ് ആണ്. എടാ ഗവൺമെന്റിന് അറിയാം ആരാരുടെ കയ്യിൽ ഏതെല്ലാം ടൈപ്പിലുള്ള ടൈപ്പ് റൈറ്റർ ഉണ്ട് എന്ന് പറയുന്ന കാര്യം. ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്തൊരു സാധനം വെച്ച് അത്
അത് ഏതിലാ ചെയ്തതെന്ന് വരെ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ ടൈപ്പ് റൈറ്ററിനും ഓരോ മോഡലുണ്ട്. ആ ഓരോ മോഡലിലും ഓരോരോ പ്രത്യേക ഫേസ് ആണ്. ആ അച്ചിനൊക്കെ വ്യത്യാസമുണ്ട്, അതിൽ ഉപയോഗിക്കുന്ന ഇങ്കിന് വ്യത്യാസമുണ്ട്. സോ ഇതെല്ലാം വെച്ച് നിന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും നിന്റെ പേരിലുള്ള നിന്റെ കയ്യിലുള്ള ഒരു ടൈപ്പ് റൈറ്റർ നീ ഉപയോഗിക്കരുത് എന്നും പറഞ്ഞ് ഇവര് വേറൊരു ടൈപ്പ് റൈറ്റർ ഇയാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. ഈ ടൈപ്പ് റൈറ്റർ അവർ ട്രാക്ക് ചെയ്താൽ പോലും അത് നിന്നിലേക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ ഒരു എവിഡൻസും ഇല്ല. സോ ഇത് സേഫ് ആണ്, ഇതിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവരൊരെണ്ണം കൊടുക്കുകയാണ്. സോ ഇങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവർ ഭയങ്കര ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവരുടെ പ്ലാനിങ്ങും പരിപാടികളും എല്ലാം തന്നെ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ വീസ്ലർ കേൾക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഡ്രേമൻ അയാളുടെ ആ ഒരു റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇയാൾ ടൈപ്പ് ചെയ്ത് വെക്കുന്ന ഈ റൈറ്റിംഗ്സ് എല്ലാം തന്നെ വെസ്റ്റിലോട്ട് എത്തിക്കുന്ന പോളിന്റെ ജോലിയാണ്. ഇതിന്റെ ഇടയിൽ പോളിന് വിലക്കൊക്കെ ഏർപ്പെടുത്തിയായിരുന്നു വെസ്റ്റിലോട്ട് പോകാനുള്ള, പക്ഷെ അതൊക്കെ പിന്നീട് പിൻവലിച്ചു. അവൻ പൊക്കോട്ടെ, പക്ഷെ അവിടെ ചെന്നിട്ട് അവൻ ആരെ കാണുന്നു, ആരൊക്കെ മീറ്റ് ചെയ്യുന്നു എന്ന കാര്യം നമുക്ക് ഫോളോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഈസ്റ്റ് ജർമ്മനിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യാൻ വേണ്ടി മുതിരുകയാണ് എന്ന് കണ്ട സമയത്ത് വീസ്ലറിന് പൊളിഞ്ഞു. ഇപ്പോഴാണ് ഡ്രേമൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഏതാണ് മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു നമ്മുടെ വീസ്ലറിന്. ബട്ട് ഈസ്റ്റ് ജർമ്മനിയെ ബിട്രേ ചെയ്യാണ് എന്നൊരു തോന്നൽ വന്നപ്പോൾ അവൻ അതെല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം വലിയൊരു റിപ്പോർട്ടായിട്ട് എഴുതിയിട്ട് നേരെ ഓഫീസറിന് നമ്മുടെ ഗ്രൂബിച്ചിനെ കാണാൻ വേണ്ടി അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഈ ഒരു റിപ്പോർട്ടുമായിട്ട് വീസ്ലറും ഗ്രൂബിച്ചിന്റെ അടുത്ത് ചെല്ലുന്നു. വാട ഇരിക്കും, നീ വന്നത് കറക്റ്റ് സമയത്ത്. ഞാനൊരു ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പലതരത്തിലുള്ള ആർട്ടിസ്റ്റുമാര്, ഇവർക്കൊക്കെ എന്ത് തരത്തിലുള്ള ശിക്ഷ കൊടുക്കണം എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 ടൈപ്പ് ഓഫ് ശിക്ഷയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിലെ 4ാമത്തെ ഗണത്തിൽപ്പെടും നമ്മുടെ ഡ്രേമൻ. അവനെ ഇന്റർഗേറ്റ് ചെയ്ത് മാനസികമായിട്ട് തളർത്താനോ അല്ലെങ്കിൽ മർദ്ദിക്കാനോ ആ പരിപാടി ഒന്നും വേണ്ട. അവനെ ഐസൊലേറ്റ് ചെയ്താൽ മതി, അവനെ ഒറ്റപ്പെടുത്തിയാൽ മതി. ആരെ കാണാൻ വിടാതെ, ഒന്നും ചെയ്യാൻ വിടാതെ അവനെ അങ്ങ് തനിമത്വത്തിൽ ഒറ്റപ്പെടുത്തണം. അപ്പോൾ അവന്റെ കടിയൊക്കെ അങ്ങ് മെല്ലെ മാറിക്കോളും. എന്നിട്ട് മെല്ലെ സമയം പോലെ ഒരു 10 മാസം കഴിഞ്ഞ് നമുക്ക് അവനെ പുറത്തുവിടാം. ട്രയൽസ് ഇല്ല, അബ്യൂസ് ഇല്ല, ഹറാസ്മെന്റ് ഇല്ല, സ്കാൻഡൽസ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ഐസൊലേഷൻ. ആൻഡ് യു നോ വാട്ട് ദ ബെസ്റ്റ് പാർട്ട് ഈസ്, ഇങ്ങനെ ടൈപ്പ് 4 നമ്മൾ ശിക്ഷ കൊടുത്ത ആരും എഴുതാനോ വരയ്ക്കാനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇവരുടെ എന്ത് കഴിവാണോ അത് അവർ പുറത്തെടുത്തിട്ടില്ല. ഇതിലൂടെ ഡ്രെയിമിന്റെ തൊല്ല നമുക്ക് അങ്ങ് ഒഴിഞ്ഞു കിട്ടിക്കോളും. എങ്ങനെ അടിപൊളിയല്ലേ എന്നും പറഞ്ഞിട്ട് ഈ ഒരു ഐഡിയ പറ്റി നമ്മുടെ വീസ്ലറിന് പറഞ്ഞു കൊടുക്കുന്നു. അല്ല സോറി, നീ എന്ത് പറയാൻ വേണ്ടി വന്നതല്ലേ, എന്തെങ്കിലും ഡ്രൈവിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? ഇല്ല സാർ, അതൊന്നുമില്ല, ഞാൻ വെറുതെ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ആ എഴുതി വെച്ച റിപ്പോർട്ട് ഇയാൾക്ക് കൈമാറുന്നില്ല. നായകൻ അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതായത് ഈ ചെയ്തതിന് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അതിനേക്കാൾ ഉപരി ഇങ്ങനെ ഒരു വേറൊരാൾക്ക് ശിക്ഷ കൊടുക്കാൻ മാത്രമുള്ള ഒരു അധികാരം നമുക്ക് ആരാ തന്നെ? അതിലൊരു സാഡിസ്റ്റിക്കൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കുന്ന ഇവനെ പോലെയുള്ളവന്മാരും അതിനെ മുതലെടുക്കാൻ നോക്കുന്ന മിനിസ്റ്റേഴ്സും. സോ അതുകൊണ്ട് തന്നെ വീസ്ലർ അയാൾ എഴുതിയ റിപ്പോർട്ടെല്ലാം വീണ്ടും മാറ്റി എഴുതുന്നു. ഈ വിഷയങ്ങളെപ്പറ്റി ഒരു ധാരണയില്ലാതെ ഇപ്പുറത്തെ ഡ്രേമൻ ആണെങ്കിലോ അവൻ ആ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ക്രിസ്റ്റയ്ക്ക് അറിയാതെയാണ് ഇവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു ദിവസം അവൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഇവൻ ടൈപ്പ് ചെയ്തവന്റെ ജോലി കഴിഞ്ഞ ശേഷം ആ ടൈപ്പ് റൈറ്റർ ഒളിപ്പിച്ച് വെക്കും. ആ ഒളിപ്പിച്ച് വെക്കുന്ന സമയത്താണ് ഇവൾ കയറി വരുന്നത്. സോ എവിടെയാണ് ആ ഒരു ടൈപ്പ് റൈറ്റർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ക്രിസ്റ്റ കാണുന്നുണ്ട്. എന്നാൽ അവൾ അവിടെ അത് എന്താ ഏതാണെന്നൊന്നും ചോദ്യം ചെയ്യാനും നിൽക്കുന്നില്ല. അങ്ങനെ ഇവരും കുറച്ച് നേരം ടൈം എല്ലാം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയം ടിവിക്കകത്ത് ഒരു ന്യൂസ് പറയുന്നു, ഈസ്റ്റ് ജർമ്മനിയിൽ ഒരു മുള്ളിനും മുളകിനും വരെ കണക്കുണ്ട്. എന്നാൽ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നതിനൊന്നും അവിടെ കണക്കെടുപ്പില്ല. ഇവരെ കണക്കെടുപ്പ് നിർത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ലോകത്തിലെ ആ ഒരു സൂയിസൈഡിന്റെ കണക്ക് പട്ടികയിൽ 2ാം സ്ഥാനത്തായിരുന്നു ഈസ്റ്റ് ജർമ്മനി. ഇപ്പൊ കണക്കുമില്ല, ഒന്നുമില്ല. പക്ഷെ അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ആൾക്കാർ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഓരോ സൂയിസൈഡ്സും ഇവർ സെൽഫ് മേഡേഴ്സ് ആയിട്ട് ടാഗ് ചെയ്ത് വിടുവാണ്. സ്വയം മരിക്കാൻ പോലുള്ള അവകാശം നമുക്ക് അവിടെ ഇല്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതിയാവുകയാണ്. ഇവരുടെ GDR അഥവാ ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നതിന്റെ ആ നടുവത്തെ വാക്കിന് വലിയ അർത്ഥമൊന്നുമില്ല. എന്നിങ്ങനെ നമ്മുടെ നായകന്റെ ആ ഒരു ആർട്ടിക്കിളിന്റെ ബേസിലാണ് അവിടെ ആ ഒരു ന്യൂസ് എല്ലാം പബ്ലിഷ് ആവുന്നത്. എന്നാൽ ആരാണ് എന്താണ് എന്നൊന്ന് റിവീൽ ചെയ്യാതെയാണ് ഈ ഒരു ന്യൂസ് എല്ലാം പുറത്തു വരുന്നത്. ഇത് കാണുന്ന ഡ്രെയിമിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. കാരണം അവിടെ ഉള്ളവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ക്രിസ്റ്റി ആണെങ്കിലോ ഇവന്റെ ഈ ഒരു മുഖഭാവം വെച്ച് തന്നെ ഇവൻ എന്തൊക്കെയോ ഇതിനകത്ത് പങ്കുണ്ട് എന്നൊരു കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഈ ഒരു വിഷയം മെല്ലെ മെല്ലെ കത്തി കയറാൻ തുടങ്ങുന്നു. അവരുടെ ഇടയിലുള്ള ഒരു വലിയൊരു ഹോട്ട് ടോപ്പിക് ആയിട്ട് മാറുകയാണ്. മിനിസ്റ്ററൊക്കെ ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളി ഇരിക്കുക. എടാ കണ്ടുപിടിക്കുക ഗ്രൂപ്പിച്ച്, നീ എന്ത് മാങ്ങ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് എങ്ങനെയാ പോയെ, എവിടുന്നാ പോയെ ഒക്കെ കണ്ടുപിടിക്കണം. എത്രയും പെട്ടെന്ന് ഇവരുടെ പബ്ലിഷേഴ്സിനെ പോയി കണ്ട് അവരുടെ സോഴ്സ് മെറ്റീരിയൽ വാങ്ങിച്ച് അത് വെച്ച് ട്രാക്ക് ചെയ്തോണം. ശരി ഓക്കെ സാർ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിച്ച് അവിടെ നടക്കുന്നു. അങ്ങനെ പബ്ലിഷേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് ആ ഒരു സോഴ്സ് കോപ്പി കിട്ടുകയാണ്. അത് വെച്ചിട്ട് ബാക്ക് ട്രാക്ക് ചെയ്യാൻ നോക്കുന്നു. ടൈപ്പിംഗ് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ടൈപ്പ് റൈറ്ററിൽ എഴുതിയതാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നു. ഇവർക്ക് സംശയമുള്ളവരെയൊക്കെ നോക്കിയിട്ടും പോളിനെയും ഡ്രൈമിന്റെ ഒക്കെ നോക്കിയിട്ടും അവരുടെ ഒന്നും വെച്ചത് മാച്ച് ആവുന്നില്ല. ഇതൊരു ബാഗിലിട്ട് കൊണ്ടുപോകാൻ മാത്രം സൈസുള്ള ഒരു ചെറിയൊരു ടൈപ്പ് റൈറ്റർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആർക്കാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ട് ഇവനായിരിക്കും എന്ന് പറയാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മുടെ ക്രിസ്റ്റ വലിയൊരു വള്ളിയും കൊണ്ട് വരുന്നത്. ഈ മിനിസ്റ്ററിന്റെ തൊല്ലയും അതേപോലെ തന്നെ ആക്ടിങ് കരിയറും ഡ്രൈമനും എല്ലാവരും കൂടെ ചേരുമ്പോൾ ഇവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആവുന്നുണ്ടായിരുന്നു.
കിട്ടുന്നു. അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഇവള് ഡ്രഗ് എടുക്കാൻ തുടങ്ങുന്നു. ഒട്ടും ലീഗൽ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മിനിസ്റ്ററിന്റെ ചെവിയിലോട്ട് ഈ വിഷയം എത്തുന്നു. മിനിസ്റ്റർ ഉടനെ തന്നെ ഈ വിഷയം നമ്മുടെ ഗ്രൂബിക്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ. അതായത് ഇവള് വേറൊരു ദിവസം ഡ്രഗ് വാങ്ങാൻ വേണ്ടി പോകുന്നതിന്റെ ഇടയിൽ സ്റ്റാസിയിലെ ഓഫീസേഴ്സ് വന്നിട്ട് മാം ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒന്ന് കൂടെ വരാവോ എന്ന് പറഞ്ഞ് ഭയങ്കര പൊളൈറ്റ് ആയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അത് അവൾക്കും മനസ്സിലാവുന്നു. തുടർന്ന് ക്രിസ്റ്റയെ ഒരു ഇന്ററോഗേഷൻ റൂമിലോട്ട് കൊണ്ടുപോകുകയാണ്. ഇന്ററോഗേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗ്രൂബിക്സ്. അവനാണെങ്കിൽ വന്ന പാടെ അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് അവളെ ഇരുത്തുന്നുണ്ട്. പക്ഷെ വീസ്ലർ ചെയ്ത പോലെ കൈയൊന്നും വെക്കാനൊന്നും ഇവൻ പറയുന്നില്ല. കാരണം ഇവൻ എക്സ്പീരിയൻസ് ഇല്ല അതിലൊന്നും. ക്രിസ്റ്റ് ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എനിക്ക് എന്നെന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നൊക്കെ പറഞ്ഞു. മാം കാര്യം അത്യാവശ്യം സീരിയസ് ആണ്, അത് മാത്രമല്ല മോളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്, ഇതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ലേശം പാടാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളെ പേടിപ്പിക്കാൻ നോക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ഏക വഴി എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് ലീക്കായ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് നമ്മുടെ നാട്ടിലെ സൂയിസൈഡിന്റെ വിഷയം. അതെങ്ങനെ അപ്പത്ത് പോയി, ആ വിഷയത്തിൽ ഡ്രെയ്മന് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ? സാർ സത്യമായിട്ട് ഞാനും ഈ വിഷയത്തിനെ പറ്റി ന്യൂസിലാണ് ആദ്യമായിട്ട് അറിയുന്നത്, അല്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല സാർ എന്നൊക്കെ പറഞ്ഞ് ഇവള്. ഇതേ സമയം അപ്പുറത്ത് നമ്മുടെ ഡ്രെയ്മന്റെ അപ്പാർട്ട്മെന്റിൽ അവന്റെ ആ ഒരു അപ്പാർട്ട്മെന്റ് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്റ്റാസിയുടെ ആ ഒരു ഓഫീസേഴ്സ് വരുന്നു. സെർച്ച് വാറന്റും ഉണ്ട്, പക്ഷേ കേസ് ഇവളുടെ പേരും പറഞ്ഞിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. പക്ഷെ അവർ നോക്കുന്നത് മൊത്തം ആ ഒരു ടൈപ്പ് റൈറ്റർ എവിടെയാണ് എന്ന് മാത്രമാണ്. ഇവിടെ ഈ ഒരു സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കാര്യം നമ്മുടെ വീസ്ലറും അറിയുന്നു. ഡ്രെയ്മാനും വീസ്ലറും ഒരേപോലെ ടെൻഷൻ ആവുന്നു ഇവർ കണ്ടുപിടിക്കുമോ എന്ന് ഓർത്തിട്ട്. ബട്ട് ഭാഗ്യവശാൽ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ ഗ്രൂബിസിനെ വിളിച്ച് പറയുന്നുണ്ട്, സാർ ഞങ്ങൾ കുറെ നോക്കി, ഇവിടെ ഒന്നും ഒരു സാധനമില്ല സാർ, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഉടനെ തന്നെ നമ്മുടെ വീസ്ലറിന് ഒരു കോൾ വരുന്നു, വേഗം ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാൻ, അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. നോക്കുമ്പോൾ എന്താ, നമ്മുടെ ക്രിസ്റ്റെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ വേണ്ടി. ഗ്രൂബിക്സ് എത്ര നോക്കിയിട്ടും അവളുടെ വായിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രോഗേഷനിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നായകനെ ഇങ്ങോട്ട് വരുത്തിയിരിക്കുകയാണ്. സുപ്പീരിയേഴ്സിന്റെ ഓർഡറാണ്, നല്ല പ്രഷറും ഉണ്ട്, അതുകൊണ്ട് നിഷേധിക്കാൻ ഇവനും പറ്റത്തില്ല. തുടർന്ന് വീസ്ലർ നമ്മുടെ ക്രിസ്റ്റനെ അവന്റെ സ്റ്റൈലിൽ ഇൻട്രോഗേറ്റ് ചെയ്യുന്നു. നിങ്ങളിവിടെ കുറ്റക്കാരിയല്ല, നിങ്ങളിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ ആരെയാണോ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് അയാൾ മൂലം നിങ്ങളുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടായിപ്പോ. നിങ്ങളിവിടെ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ നായികയാണ്. ഇതെങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ കരിയറിനെ എങ്ങനെ ബാധിക്കുമെന്ന് വല്ല ഐഡിയ നിങ്ങൾക്കുണ്ടോ? അതാണ് ഇതാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഭയങ്കരധികം പേടിപ്പിക്കാൻ നോക്കുന്നു. ഇവളുടെ ആ ഒരു അഭിനയം എന്ന് പറയുന്ന ആ ഒരു കരിയർ ഇവൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി പൊളിറ്റിക്കൽ ടോക്സിലൊന്നും ഇവൾ ഇടപെടാൻ നിൽക്കാറില്ല. സോ ഇങ്ങനെ വീസ്ലർ വന്ന് ഒരുപാട് പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചപ്പോൾ ഇവളും പേടിച്ചു പോവാണ്. പിന്നെ ഒരു ഡ്രഗിന്റെ കേസാണെങ്കിലും അത് വേറെ. അങ്ങനെ ഫൈനലി അവൾ സത്യം പറയാം, എനിക്കറിയാം എവിടെ വെച്ചേക്കുന്നതെന്ന്, ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കും. വീസ്ലർ അപ്പം തന്നെ ഒരു പേപ്പറിനകത്ത് അപ്പാർട്ട്മെന്റിന്റെ ഒരു ലേഔട്ട് വരച്ച് അവളുടെ മുമ്പിൽ വെക്കും. എന്നിട്ട് ക്രിസ്റ്റയും ആ ഒരു ടൈപ്പ് റൈറ്റർ എവിടെയാണോ ഉള്ളതെന്ന് പറഞ്ഞ് എക്സാക്ട് ആയിട്ട് മാർക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇനിയെങ്കിലും എന്നെ വിട്ടുകൂടെയും ചോദിക്കുമ്പോൾ ഗ്രൂബീസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് ഓഫ് കോഴ്സ് ഇന്ന് മുതൽ നിങ്ങളൊരു ഇൻഫോമറാണ്, ഇൻഫോമറിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് വെക്കാറില്ല, നിങ്ങളെ പോലീസിനെ കൊണ്ടുവിട്ടോളും എന്ന് പറഞ്ഞിട്ട് ഇവളെ പുറത്തു വിടുന്നു. സോ വിഷയം കയ്യിൽ നിന്ന് പോയി. ഈ ഒരു ടൈപ്പ് റൈറ്റർ എവിടെയാണെന്ന് പറയുന്ന എക്സാക്ട് ലൊക്കേഷൻ ഇപ്പോൾ ഗവൺമെന്റ് കയ്യിലും കിട്ടിയിട്ടുണ്ട്. ചെയ്തത് തെറ്റായി പോയോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കുറ്റബോധം നായകന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അപ്പം തന്നെ ഡ്രെയ്മന്റെ അപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നുണ്ട്. ഭാഗ്യവശാൽ ഡ്രെയ്മൻ വീട്ടിലുണ്ടായിരുന്നില്ല. തക്ക സമയമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ആ ഒരു ടൈപ്പ് റൈറ്റർ ആ സ്ഥലത്ത് നിന്നും ഇവൻ മാറ്റി വെക്കുന്നു. ഇവനത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയതും പിന്നാലെ തന്നെ ക്രിസ്റ്റ വരുന്നുണ്ട്. അതിന്റെ പിന്നാലെ നമ്മുടെ ഡ്രെയ്മനും വരുന്നുണ്ട്. ക്രിസ്റ്റയ്ക്കാണെങ്കിൽ ചെയ്തതോർത്ത് അവൾക്ക് ഭയങ്കരധികം കുത്തല്. എന്തൊക്കെ റീസൺസ് പറഞ്ഞാലും അവളെ അത്രയധികം സ്നേഹിച്ചിരിക്കുന്ന ഒരുത്തനെയാണ് ഇവളിപ്പോ പോലീസിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൽ ഇരുന്ന് അവൾ ഒരുപാട് കരയുന്നുണ്ട്. ഈ വിഷയങ്ങളൊന്നും അറിയാതെയാണ് നമ്മുടെ ഡ്രെയ്മൻ അവിടെ ഇരിക്കുന്നത്. ഒട്ടും വൈകിയില്ല, അപ്പം തന്നെ നമ്മുടെ സ്റ്റാസിലെ ടീം എല്ലാവരും അവന്റെ വീട്ടിലോട്ട് വരുന്നു. സാർ നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് ഒന്നുകൂടെ സെർച്ച് ചെയ്യണം, ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റിനെതിരെ അനധികൃതമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ടൈപ്പ് റൈറ്റർ ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷനാണ്. വീട്ടിലോട്ട് കയറുന്ന ഇവർ നേരെ ചെല്ലുന്നത് അവൻ എവിടെയാണോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ എക്സാക്ട് ലൊക്കേഷനിലേക്കാണ്. വേറെ ഒന്നും നോക്കാൻ അവർ ബോധർ ചെയ്യുന്നില്ല, നേരെ അങ്ങോട്ട് ചെല്ലുക. ക്രിസ്റ്റ്യൻ ബാത്റൂമിൽ നിന്ന് വെളിയിലോട്ട് വരുന്നു. അവളുടെ മുഖം കാണുമ്പോൾ തന്നെ ഡ്രെയ്മിന് കാര്യം മനസ്സിലായി, ഇവളാണ് കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞിട്ട്. ക്രിസ്റ്റ അവിടെ നിൽക്കുന്നില്ല, ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ അവൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വെളിയിലോട്ട് വരുന്നു. ചെയ്തത് ഓർത്തിട്ടുള്ള വിഷമവും കുറ്റബോധവും എല്ലാം കൂടെ ചേർന്നിട്ട് അവൾ വെളിയിലോട്ട് വന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ലോറി വന്നിടിക്കുകയാണ് ഇവളെ. ഇതേ സമയം മോളിലോ ഗ്രൂപ്പിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവർ പലക മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഡ്രെയ്മിനൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്, ഇത് ഇവിടെ വെച്ചാണല്ലോ, എവിടെ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് വെളിയിൽ വണ്ടി അടിച്ച് ശബ്ദം കേൾക്കുന്നത്. ഓടി താഴോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ ക്രിസ്റ്റ നിലത്ത് കിടക്കുന്നു. അവൾ മരിച്ചു. ആ ഒരു സാധനം കണ്ട് അവന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ അങ്ങനെ ഞെട്ടി നിൽക്കുക. വീസിലറും തൊട്ടരികെ നിൽക്കുന്നുണ്ട്, പക്ഷെ അവനും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ക്രിസ്റ്റയുടെ ശരീരം കെട്ടിപ്പിടിച്ച് ഡ്രെയ്മൻ ഭയങ്കരധികം കരയുന്നു. ഡ്രെയ്മൻ വിചാരിക്കുന്നത് ക്രിസ്റ്റെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആ ഒരു പോലീസ് വന്ന് നോക്കുന്നതിനുള്ളിൽ തന്നെ ഇവൾ ആ സാധനം എടുത്ത് മാറ്റിയെന്നാണ് ഇവൻ വിചാരിക്കുന്നത്. ഓഫീസേഴ്സ് ആണെങ്കിൽ ആ വീട് മൊത്തം അരിച്ചു പെറുക്കിയിട്ടും അവർക്ക് വേറെ ഒന്നും കിട്ടുന്നുമില്ല. പുറത്ത് വരുന്ന ഓഫീസേഴ്സും ഈ ഒരു മരിച്ചിടക്കുന്ന ക്രിസ്റ്റ്യനെ വലുതായിട്ട് മൈൻഡ് ചെയ്യാതെ അവരവിടുന്ന് പോവുക. നമ്മുടെ നായകനായിട്ടുള്ള വീസ്ലറിനെ അവരുടെ കൂടെ കണ്ടപ്പോൾ തന്നെ ഇവനാണ് ഇടയിൽ കളിച്ചതെന്നുള്ള കാര്യം ഗ്രൂബിസിന് മനസ്സിലായി. നീ ഇതിന്റെ ഇടയിൽ കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി, ഈ ചെയ്തതിനുണ്ടല്ലോ ഇതിന് നീ അനുഭവിക്കും, അല്ലെങ്കിൽ നിന്നെ ഞാൻ അനുഭവിപ്പിക്കും എന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോയി. എന്നാൽ ഇതൊന്നും വീസ്ലറിനെ അഫക്ട് ചെയ്യുന്നില്ലായിരുന്നു. കാരണം അവന്റെ ഉള്ളിൽ താനൊരു നല്ല കാര്യം ചെയ്തു എന്ന് പറയുന്ന ഒരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയായിരുന്നു. വീസ്ലറിനെ ഡീപ്രൊമോട്ട് ചെയ്ത് ഈ പോസ്റ്റൽസ് എല്ലാം തുറന്നു നോക്കത്തില്ലേ, ആ ജോലിയിലോട്ട് അവനെ പറഞ്ഞു വിടുന്നു. ഇതെല്ലാം നടക്കുന്നത് 1985-ലാണ്. സോ അവിടെ നിന്ന് ഒരു 4-5 കൊല്ലം കഴിയുമ്പോഴേക്കും തന്നെ യുദ്ധം എല്ലാം കഴിഞ്ഞ ഒരു ബെർലിൻ വാൾ വീണ ശേഷം ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും ഒന്നാവാൻ പോവുകയാണ് എന്ന രീതിയിൽ ഒരു തീരുമാനം വരുന്നു. ഗവൺമെന്റും ഭരണവും എല്ലാം തന്നെ മാറുകയാണ് അടിമുടി. അവിടെ കെട്ടിയാൽ നമ്മുടെ ഡ്രെയ്മനെയാണ് കാണിക്കുന്നത്. അവനൊരു തിയേറ്ററിൽ ഇരുന്നൊരു നാടകം കണ്ടുകൊണ്ടിരിക്കുക. ഇവൻ തന്നെ എഴുതി ഇവന്റെ തന്നെ നാടകമാണ്. തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു നാടകം ഉണ്ടല്ലോ, ആ ഒരു
ക്രിസ്റ്റ സ്റ്റേജ് ചെയ്ത് അതേ നാടകമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പക്ഷേ അത് ചെയ്യുന്നത് വേറൊരു നായിക. അതങ്ങ് മൊത്തം കണ്ടിരിക്കാൻ ഇവനെ കൊണ്ട് സാധിക്കുന്നില്ല. അവൻ പകുതി എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ്. അത് കാണുമ്പോഴൊക്കെ അവന് ക്രിസ്റ്റയുടെ ഓർമ്മ വരികയാണ്. ഇവൻ വെളിയിലോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ താണ്ട മറ്റേ മിനിസ്റ്ററും അവിടെ ഇരിക്കുന്നുണ്ട് സോഫയിൽ. അയാളും ഇവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. പിന്നെ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ, നീ ഇപ്പോഴും എഴുത്തൊക്കെ ഉണ്ടോ എന്ന രീതിയിലൊരു ചോദ്യം. ഇല്ല, ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ എഴുത്ത് കുറവാണ്. കണ്ടില്ലേ, ഇതേ എന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ നിനക്ക് പേരിനെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ അതും ഇല്ല. നമ്മളെപ്പോലെ തന്നെ ഡ്രെയിമിന്റെ വായിൽ നല്ലത് വരുന്നുണ്ട്, പക്ഷെ അവനൊന്നും പുറത്ത് പറയുന്നില്ല. അല്ല, ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം, എന്റെ ഫ്രണ്ട്സും എന്റെ ആ സർക്കിളിലുള്ള എല്ലാവരുടെ വീടും ബഗ് ചെയ്ത നിങ്ങൾ, അല്ലെങ്കിൽ അവന്റെ പിന്നാലെ എപ്പോഴും ഫോളോ ചെയ്യാൻ ആളെ വിട്ട് നിങ്ങൾ എന്താ എന്റെ വീട് ബഗ് ചെയ്യാത്ത? അങ്ങനെയാണോ മോൻ വിചാരിച്ചേക്കുന്നത്? മോൻ വീട്ടിലെ ആ വയറിംഗ് ഒക്കെ ഒന്ന് ഊരി നോക്കിയാൽ മതി, അപ്പൊ കാണാം. എടാ, നിന്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നു, നിന്റെ വീട്ടിലൊരു മൂല പോലും ഇല്ല ബഗ് ചെയ്യാത്ത. നിന്റെ നല്ല നേരം അതിലൊന്നും നിന്റെ കൈ പെടുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചില്ല. അവസാനത്തോടായ സമയത്ത് ക്രിസ്റ്റ്യൻ നിന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാളും വൈകി എന്നൊരു ചോദ്യം. ഇവനും ഉടനെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് അതിനകത്തെ വയറിംഗ് എല്ലാം ഊരി നോക്കിയപ്പോൾ അയാൾ പറഞ്ഞ ശരിയാ, അതിന്റെ ഉള്ളിലെല്ലാം മൈക്കുണ്ട്, ബഗ്ഗുണ്ട്. ഇത് ഉറപ്പായ സ്ഥിതിക്ക് ഇവന് വീണ്ടും വീണ്ടും കൺഫ്യൂസ് ആവുകയാണ്. ഈ റീയൂണിഫിക്കേഷനും ഈ ഭരണമാറ്റം എല്ലാം സംഭവിച്ച സമയത്ത് വേറൊരു കാര്യം കൂടെ സംഭവിച്ചായിരുന്നു. എന്ത്? ഈ സ്റ്റാസിയുടെ എല്ലാ ഡോക്യുമെന്റ്സും അവർ പബ്ലിക്കായിട്ട് റിലീസ് ചെയ്തു. അവർ ഇത്രയും നാളെ എത്ര പേരെ സ്പൈ ചെയ്തു, ആ സ്പൈ ചെയ്തതിന്റെ ഫുൾ ഡോക്യുമെന്റ്സും പബ്ലിക്കായിട്ട് റിലീസ് ചെയ്തു. സോ ആ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് തന്നെ ഇത്രയും നാളും സ്പൈ ചെയ്ത ഓഫീസർ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ ഡ്രെയ്മൻ ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ ഫയലും അവൻ്റെ കിട്ടുന്നുണ്ട്. അതിനകത്ത് പേരുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവർ സംസാരിച്ച കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ടുവേഴ്സ് ദി എൻഡ് വരുന്ന സമയത്ത് ആ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും മാറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ആ ഒരു ഗ്രൂപ്പായിട്ട് ഇവർ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും ഈസ്റ്റ് ജർമ്മനിക്കെതിരെ ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് മാറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ആ ഒരു ഫൈനൽ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് അതിനകത്തൊരു റെഡ് ഇങ്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് വേറൊന്നിൻ്റെ അല്ല, ഡ്രെയ്മൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈപ്പ് റൈറ്ററിന് ഇങ്ക് ലീക്ക് ആവുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷ്യം കണ്ടൊക്കെ ചെയ്താൽ മാത്രമേ ആ ഒരു ലീക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് ഇങ്ക് അല്ല ഇവൻ ഉപയോഗിച്ച്, ഇവൻ റെഡ് ഇങ്കാണ് യൂസ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ തന്നെ ഇവന് കാര്യം മനസ്സിലായി. അതായത് ഇവന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ആ ഒരു ടൈപ്പ് റൈറ്റർ ഈ ഒരു ഓഫീസറാണ് മാറ്റിയത് എന്ന് പറയുന്നൊരു കാര്യം. ആരാണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ഓഫീസറിന്റെ പേര് നോക്കുന്ന സമയത്ത് അതൊരു കോഡായിരുന്നു. HGWHH/7 അങ്ങനെ എന്തൊക്കെ ഒരു കോഡായിരുന്നു അത്. ഈ കോഡ് വെച്ചിട്ട് ആ ഒരു ഓഫീസർ ആരാണ് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ഇവനെടുക്കുന്നു. സ്റ്റാസിയെ പറ്റിയുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഇൻക്ലൂഡിംഗ് ഓഫീസേഴ്സിന്റെ ID വരെ അവർ പബ്ലിക്കായിട്ട് റിലീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇവൻ ഒന്നുകൂടെ എളുപ്പമായി. തുടർന്ന് വീസ്ലറിനെ കാണാൻ വേണ്ടി നമ്മുടെ ഡ്രെയ്മൻ ചെല്ലുന്നുണ്ട്. അയാളിപ്പോൾ ഒരു സാധാരണമായ ഒരു പോസ്റ്റൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ശരാശരി മനുഷ്യനായിട്ടാണ് കാണുന്നത്. നമ്മളെ രക്ഷിച്ച ആളല്ല, അതുകൊണ്ട് തന്നെ പോയി ഒരു നന്ദി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവൻ ആദ്യം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രതീക്ഷയോ ഒരു എക്സ്പെക്ടേഷനോ ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ ഇവന് വേണ്ടി ചെയ്തിട്ടുള്ള ആ ഒരു മനുഷ്യന് പോയൊരു നന്ദി പറഞ്ഞിട്ട് തീരാവുന്ന ഒരു കടപ്പാടല്ല ഈ ഒരു ഡ്രെയ്മൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനോടുള്ള കടപ്പാട് ഇങ്ങനെ തീർത്താൽ പോരാ എന്ന് പറഞ്ഞിട്ട് ഡ്രെയ്മൻ അവിടുന്ന് തിരിച്ചു പോകുന്നു. അവിടുന്ന് ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഡ്രെയ്മൻ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നുണ്ട്, എ സോനാറ്റ ഫോർ എ ഗുഡ് മാൻ എന്ന ഒരു പേരിൽ. വീസ്ലർ ഇപ്പോഴും ആ ഒരു പോസ്റ്റൽ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അവനിപ്പോൾ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് പോകുമ്പോൾ ഡ്രെയ്മന്റെ പുതിയ പുസ്തകം കാണുന്നു. ചങ്ങായി പുതിയ ബുക്ക് എഴുതിയിട്ടുണ്ടല്ലോ, ഒന്ന് വായിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ ചെന്ന് തുറന്നു നോക്കുമ്പോൾ ഈ ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ന ആൾക്കാണെന്ന് പറഞ്ഞിട്ട് ഇവന്റെ മറ്റേ ആ കോഡ് ഉണ്ടല്ലോ അത് അവിടെ എഴുതി വെച്ചേക്കുന്നു. ഇത് കാണുന്ന വീസ്ലറിന് വളരെ സന്തോഷമാകുന്നുണ്ട്. അവന്റെ മനസ്സ് നിറയുന്നു. ആ സന്തോഷത്തോടെ ആ പുസ്തകം അവൻ ബില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ പയ്യൻ ചോദിക്കുന്നത്, എങ്ങനെ പാക്ക് ചെയ്യേണ്ട, ഗിഫ്റ്റ് റാപ്പ് ചെയ്യണോ? അതിന് വീസ്ലറും നോ ഇറ്റ്സ് ഫോർ മീ എന്നൊരു മറുപടി കൊടുക്കുന്നത്. അവിടെയാണ് ദി ലൈവ്സ് ഓഫ് അതേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ആ ക്ലൈമാക്സ് ഉണ്ടല്ലോ, നോ ഇറ്റ്സ് ഫോർ മീ എന്ന ആ വീസ്ലറിന്റെ ആ ഒരു ഡയലോഗ്, അതാണ് എനിക്ക് മറ്റേ സ്കോർസേസിന്റെ അബ്സല്യൂട്ട് സിനിമ മൊമെന്റ്. ഇത്രയും എന്നെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു സെറ്റപ്പും പേ ഓഫും അധികമില്ല, ഭയങ്കര കുറവാണ്. ഗിഫ്റ്റ് ആണോ? അല്ല, ഇത് എനിക്ക് വേണ്ടിയാ, ഇറ്റ്സ് ഫോർ മീ എന്ന് പറയുന്ന ആ ഒറ്റ ഡയലോഗിൽ ഭയങ്കര ഡീപ്പർ മീനിങ്സ് ഉണ്ട്. ഈ ചിത്രത്തിന്റെ ആ ഒരു നെറേറ്റീവ് പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാണുന്ന ഓഡിയൻസായി നമുക്കറിയാം ഡ്രെയ്മൻ ഈസ് ബീയിങ് വാച്ച്ഡ്, അല്ലെങ്കിൽ അവൻ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്ന സത്യം. എന്നാൽ അയാൾക്കാണെങ്കിലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാതെയാണ് അയാളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അത് നാച്ചുറലി നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്യും. പിന്നെ വീസ്ലർ താൻ ഇത്രയും നാളും വിശ്വസിച്ച തന്റെ ബിലീഫ് ആൻഡ് ഐഡിയോളജി അത് ഈ അധികാരവർഗം ചൂഷണം ചെയ്യുവാണ് എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ്. വീസ്ലർ ആ ഒരു ടൈപ്പ് റൈറ്റർ പോലീസ് വരുന്നതിന് മുമ്പേ ആ ഒരു വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയെന്ന് നമുക്കറിയാം, പക്ഷെ ക്രിസ്റ്റയ്ക്ക് അറിയത്തില്ല. ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാ ആസ്പെക്ട്സും ഒരു പരിധി അല്ലെങ്കിൽ അതിനപ്പുറം നീതി പുലർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസിൽ ഒന്നായിട്ടാണ് ദി ലൈഫ് ഓഫ് അതേഴ്സ് എന്ന ഈ ചിത്രത്തിനെ ഞാൻ കാണുന്നത്. ഈ പവറും കറപ്ഷനെയും നമുക്ക് രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അന്നും ശരി ഇന്നും ശരി ഈ ലോകം അൺഫെയർ ആണ്. സോ ഈസ് ദ ഫ്രീഡം, അതായത് ഫ്രീഡം ഓഫ് ഡൂയിങ് ആൻഡ് ഫ്രീഡം ഓഫ് ബീയിങ് ഈസ് 2 ഡിഫറെൻറ്റ് ഡിസ്റ്റിൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സിനിമയെടുത്ത് 3 കൊല്ലമായിട്ട് അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. 127 കട്ട് ആവശ്യപ്പെട്ടേക്കാം. ശരി, എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് ഒരു OTT റിലീസ്
ആയപ്പോഴോ 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ സിനിമ ടേക്ക് ഡൗൺ ചെയ്തു. ഓർക്കണം, ഇതേ സെൻസർ ബോർഡ് തന്നെയാണ് കേരള സ്റ്റോറി 1 ഉം 2 ക്രൈം ഫയൽ, കാശ്മീർ ഫയൽ എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ തന്തയില്ലായ്മ പറിച്ചു വെച്ചിരിക്കുന്ന സിനിമകൾക്ക് പോലും സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത്. സോ ബ്രിട്ടീഷുകാരുടെ നമ്മൾ ഫ്രീഡം വാങ്ങിച്ച് ഇനി ഇവരുടെ കയ്യിൽ നിന്ന് ഇനി എന്ന് വാങ്ങുമെന്ന് കാത്തിരുന്ന് തന്നെ അറിയണം. ഓക്കെ, നമ്മൾ സിനിമയിൽ നിന്ന് ചെറുതായിട്ട് തന്നെ മാറി നമുക്ക് ലൈഫ് ഓഫ് അതേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ നായകനായിട്ടുള്ള ക്യാപ്റ്റൻ വീസ്ലറിനെ എടുത്തു കഴിഞ്ഞാൽ അയാൾ എപ്പോഴും ഒരു കോൾഡ് സ്റ്റേറ്റിലാണ് നമ്മൾ കാണുന്നത്. ഒരു ബ്ലൂയിഷ് ഗ്രേ കോസ്റ്റ്യൂമാണ് പുള്ളി എപ്പോഴും ധരിക്കാറുള്ളത് മോസ്റ്റ് ഓഫ് ദ ടൈമിൽ. അയാളുടെ ലൈഫ് ഭയങ്കരധികം ബ്ലീക്ക് ആയിട്ടുള്ള, ലോൺലി ആയിട്ടുള്ള ഒരു ലൈഫ്ലെസ് ലൈഫാണ് പുള്ളി ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി വരുന്ന ഓരോ സീനിലും നമുക്ക് ആ ഒരു കോൾഡ് നേച്ചർ ഫീൽ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഡ്രേമനിലേക്ക് വരുന്ന സമയത്ത് ഈവൻ ദോ അവൻ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അൺനോയിങ്ലി അങ്ങേരുടെ ലൈഫ് നല്ലപോലെ ഹാപ്പനിങ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്രേമൻ ഇടുന്ന വസ്ത്രങ്ങളാണെങ്കിലും അവൻ്റെ വീടാണെങ്കിലും അവന് വരുന്ന ഓരോ ഷോട്ടുകളും നമുക്കൊരു വാം ഫീൽ തരും. ഇതൊക്കെ എല്ലാ ഫിൽം മേക്കേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ഡെഡ് ഗിവ് അവേസ് ആണ്. അത് നമുക്ക് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. വീസ്ലർ തുടക്കത്തിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നവനാണ്. അവൻ പഠിച്ചതെല്ലാം ശരിയാണ്, തൻ്റെ രാജ്യം നല്ലതാ ചെയ്യുന്നത്, അവൻ ഡിസിപ്ലിൻഡ് ആണ്, ഇതിലൊന്നും ഒരു തെറ്റില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന ദി മാൻ ഓഫ് ദി സിസ്റ്റം. അതാണ് വീസ്ലർ. വീസ്ലർ ഒരു സ്റ്റിഫായിട്ടുള്ള, റിജിഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അയാൾക്ക് എമോഷൻസ് ഒന്നും അധികം എക്സ്പ്രസ് ചെയ്യാത്തൊരു മനുഷ്യൻ. അയാളെ സംബന്ധിച്ച് ഓരോ ആൾക്കാരും വെറും ഫയലുകൾ മാത്രമായിരുന്നു. അയാൾ അസസ് ചെയ്യേണ്ട, അനലൈസ് ചെയ്യേണ്ട വെറും ഫയലുകൾ. ഈ എംപതി എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോലും വീസ്ലറിന് പോയിട്ടില്ല. ഇൻഫാക്ട് അത് എന്താണെന്ന് പോലും അവൻ അറിയത്തില്ല. അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഓപ്രസീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ലൈറ്റ് കിട്ടിയാൽ പോലും അയാൾ മാറും. അങ്ങനെ മാറിയ ഒരാളാണ് വീസ്ലറും. ഈ എംപതി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഞാനും കുറച്ച് വീക്കാണ്. ഞാനും ഇത് പേഴ്സണലി മെല്ലെ മെല്ലെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് എന്നെപ്പോലെ തന്നെ കുറേ ആൾക്കാർ ഇതേപോലെ നടക്കുന്നുണ്ടാവും. ഈ വീസ്ലർ എന്ന ക്യാരക്ടർ ചെയ്ത് ഉൾറിക് മ്യൂഹ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. അങ്ങേരുടെ പെർഫോമൻസ് എൻ്റെ മോനെ കിടിലമായിരുന്നു. ഒരു ഹോണ്ടിങ് കോൾഡിൽ വന്ന് പിന്നെ ഭയങ്കരധികം പ്രൊഫൈൻലി ഹ്യൂമൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇങ്ങനെ എടുത്തു നിന്നെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെ അഭിനയം ഗംഭീരമായിരുന്നു. മാത്രമല്ല ഇതാ ഡയറക്ടറിന്റെ ഡെബ്യൂ ഫിലിമായിരുന്നു. ഓസ്കാർ ഉൾപ്പെടെ 71 പരം അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഡെബ്യൂ ചിത്രം. അങ്ങനത്തെ പേര് കടുപ്പമാണ്. ഞാനത് പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണോന്നും എനിക്കറിയത്തില്ല. എന്നാലും ഏതാണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫ്ലോറിയൻ ഹെങ്കൽ ഫൊണ്ടാൻസ്മാർക്ക്. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് വർഷം ഈ ഒരു സ്റ്റാസി ഫയൽസ് എല്ലാം ഗോ ത്രൂ ചെയ്ത് റിസർച്ച് ചെയ്ത ശേഷമാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ പ്ലേ ഭയങ്കരധികം ടൈറ്റ് ആയിരുന്നു. അതായത് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന അവരുടെ ആ ഒരു മോറൽ ബ്ലൈൻഡ് സ്പോട്ട്സ്, ട്രസ്റ്റും ലോയൽറ്റിയും കറപ്ഷനും മോറൽ ഡിലെമയും ഇതെല്ലാം തന്നെ ഭയങ്കര പക്കയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ ചിത്രത്തിനുടനീളം അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഒപ്രസീവ് മൂഡ്, ആ ഒരു അറ്റ്മോസ്ഫിയർ, ഓവർഡു എന്ന് പറയുന്ന പരിപാടി ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. എല്ലാം അളന്നും തൂക്കിയിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഫ്രെയിമും ഓരോ കോമ്പോസിഷനും ഭയങ്കരധികം ഇന്റൻഷനൽ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ ആ മറ്റേ മ്യൂസിക്, സോണറ്റ് ഫോർ എ ഗുഡ് മാൻ, ഞാൻ പേഴ്സണലി വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം കേൾക്കുന്ന സിംഫണി എന്ന് പറയുന്നത് നമ്മുടെ ഇളയരാജയുടെ സിംഫണി ആയിട്ടുള്ള വേലിയന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചെറിയൊരു പോർഷൻ യൂട്യൂബിൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ പുള്ളിയുടെ ലൈവിലോ അല്ലെങ്കിൽ അതിന്റെ ഫയല് തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. സോ സിംഫണി മ്യൂസിക്സ് ഒന്നും എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല എന്നാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാനത് വീണ്ടും കേട്ടു. പിന്നീടാണ് ബേത്തോവിന്റെയും മഹലറിന്റെയും അതേപോലെ തന്നെ മൊസ്രത്തിന്റെ ഒക്കെ സാധനങ്ങൾ ഞാൻ കേൾക്കുന്നത്. അതിനു മുമ്പ് ഇതിന്റെ ഓരോരോ സ്നിപ്പറ്റ്സ് അവിടെ ഇവിടെയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മൊത്തം ഒറ്റ സ്ട്രെച്ചിൽ കേൾക്കുന്നത് അപ്പോഴാണ്, ആദ്യമായിട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേട്ട് തുടങ്ങാനാണെങ്കിൽ ഇളയരാജയുടെ സിംഫണി തുടങ്ങിയാൽ മതി. അത് കിടിലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ യാ, ദാറ്റ്സ് ഇറ്റ്, ദ ലൈവ്സ് ഓഫ് അതേഴ്സ്. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ നിന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്തമായ സിനിമയായിട്ട് വീണ്ടും കാണാം. ബൈ.